ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എത്രയും സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായി ദേവാലയത്തിൽ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മുമ്പാകെ നിൽപ്പാൻ ദൈവം ഒരു അവസരം തന്ന ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു പുരോഹിതൻ ഇടവകയിൽ പകൽക്കാലമെല്ലാം ശുശ്രൂഷിച്ച് വളരെ ക്ഷീണിതനായിട്ട് ഭവനത്തിൽ വന്ന് വിശ്രമിക്കുകയാണ്. ഉടനെ ഒരു ഫോൺ കോൾ. അച്ഛനാണോ? അതെ, അച്ഛനാണ്. അച്ഛാ, ഞങ്ങളുടെ പൂച്ച ചത്തുപോയി, അച്ഛൻ പെട്ടെന്നൊന്ന് വരണം. അച്ഛൻ ചോദിച്ച്, എന്തിനാണ് നിന്റെ പൂച്ച ചത്തുപോയാൽ ഞാൻ വരുന്നത്? വളരെ ക്ഷീണിച്ച് കിടക്കുന്ന വൈദികൻ ദേഷ്യപ്പെട്ടിട്ട് ഫോൺ അങ്ങ് വച്ച് കിടന്നുറങ്ങാൻ ശ്രമിച്ചു. വീണ്ടും ഒരു ഫോൺ കോൾ വരികയാണ്. ആരാ സംസാരിക്കുന്നത്? അച്ഛൻ നേരത്തെ വിളിച്ചവർ തന്നെ സംസാരിക്കുന്നേ. അച്ഛ, ഒരു കാര്യം കൂടി, പൂച്ചയുടെ പേരിലുള്ള കോടിക്കണക്കിന് സ്വത്ത് മുഴുവൻ പള്ളിക്കും അച്ഛനും വേണ്ടി എഴുതി വച്ചേക്കുന്നു. ഉടനെ വൈദികൻ പറഞ്ഞു, എന്നാ പിന്നെ നീ അത് നേരത്തെ പറയാൻ വയ്യായിരുന്നു? നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ. ഒരു സ്ഥലത്തേക്ക് ഒരു വ്യക്തിയെ സമീപിക്കുമ്പോൾ, ഒരാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കെന്ത് കിട്ടും എന്ന ആഗ്രഹത്തോടെ നമ്മൾ എല്ലാവരും കടന്നു വരുന്നു. മാതാപിതാക്കളെ, ഇപ്പോൾ നിങ്ങൾ ഈ സമയം പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കണ്ട. കാരണം രണ്ട് കരവും നീട്ടിക്കൊണ്ട് എപ്പോഴും അടുത്തു പോകാതെ, ക്രൂരനായ മുഖമല്ല, ദേഷ്യപ്പെടുന്ന മുഖമല്ല, നമ്മളെ ആരെയും വെറുക്കുന്ന ഒരു മുഖമല്ല, കരുണയുടെയും ദൈവന്റെയും ഭാവമുള്ള ക്രിസ്തുവിന്റെ സന്നിധിയിലാണ് നിങ്ങൾ ഈ പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം, നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് കിട്ടിയിട്ടേ നിങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് പോകുകയുള്ളൂ. ഒരു വിശുദ്ധ കുർബാന മധ്യേ ഒരു പുരോഹിതന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. ഓരോ വിശുദ്ധ ബലിക്കും വിശ്വാസി സംബന്ധിക്കുമ്പോൾ അവൻ അന്നെല്ലാം ഓരോ അനുഗ്രഹം കിട്ടുന്നുണ്ട്. പലരും ചിന്തിക്കും, ഓ, എന്നും അച്ഛന്റെ കുർബാനയല്ലേ, എന്തോ കേൾക്കാനാ, പള്ളി വന്നാൽ എന്തോ കിട്ടാനാ. ഓർക്കുക, ഓരോ വിശുദ്ധ ബലിക്കും നമ്മൾ ആത്മാർത്ഥതയോടെ പങ്കെടുക്കുമ്പോൾ നമ്മൾ അറിയാത്തൊരു ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മാരി എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിലും നിങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം കിട്ടും. അനുഗ്രഹത്തോടു കൂടി മാത്രമേ ഈ ദേവാലയത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങിപ്പോകുകയുമുള്ളൂ. വചന ശുശ്രൂഷ ആരംഭിക്കുന്നു. വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ ആരും കർത്താവിൽ നിദ്ര പ്രാപിക്കരുതേ എന്ന് മുന്നമേ ഓർമ്മിപ്പിക്കുന്നു. നല്ല കാലാവസ്ഥയും നല്ല തണുപ്പുമാണ്. വല്ലവർക്കും 12 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് പോകണമെങ്കിൽ ഇപ്പോഴേ അങ്ങ് എഴുന്നേറ്റ് പോകാം. ഇടയ്ക്കാരും എഴുന്നേറ്റ് പോകുകയും ചെയ്യരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. യേശു തമ്പുരാൻ ശിഷ്യന്മാരെ പടകിൽ പറഞ്ഞയച്ചിട്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കർത്താവ് കടലിന്റെ മുകളിൽ കൂടി നടന്നു വരികയാണ്. ശിഷ്യന്മാർ ഭൂതമെന്ന് കരുതി പേടിച്ച് നിലവിളിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാനാകും. കർത്താവാണെന്ന് കരുതിക്കൊണ്ട് പത്രോസ് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടലിന്റെ മുകളിൽ കൂടി നടക്കുകയാണ്. പക്ഷെ നടത്തത്തിന്റെ മധ്യത്തിൽ പത്രോസ് വെള്ളത്തിലേക്ക് താന്നുപോയി. ഉടനെ കർത്താവ് തന്റെ വലത്തുകരം നീട്ടി പത്രോസിനെ പിടിക്കുകയാണ്. അല്പവിശ്വാസിയെ, നീ എന്തിന് ഭയപ്പെട്ടു? നീ എന്തിന് അവിശ്വാസിയാകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്. മാതാപിതാക്കളെ, ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ 3-4 കാര്യങ്ങളെയാണ് ഈ പകൽക്കാലം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം 22-ഉം 23-ഉം വാക്യത്തിൽ പറയുകയാണ്, ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് അവൻ പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വപ്നമില്ലാത്ത ആരുമില്ല, ആർത്തിയില്ലാത്ത ആരുമില്ല, അത്യാഗ്രഹമില്ലാത്തത് ആരുമില്ല.
ആര് പാപമാണെന്ന് കരുതരുത്. മനുഷ്യന്റെ ഉള്ളിലുള്ള മനുഷ്യന്റെ ബലഹീനതയെ, മനുഷ്യനാണോ ഇവന്റെ എല്ലാ ഉള്ളിൽ, എൻ്റെ ഉൾപ്പെടെ ഈ ആഗ്രഹങ്ങളൊക്കെ കാണും. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആഗ്രഹങ്ങൾ സഫലമാകണമെങ്കിലും സ്വപ്നങ്ങൾ സഫലമാകണമെങ്കിലും തമ്പുരാന്റെ കൃപയും തമ്പുരാന്റെ സാന്നിധ്യവും തമ്പുരാന്റെ അനുഗ്രഹവും ഉണ്ടെങ്കിലേ എൻ്റെ നിങ്ങളുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സഫലമാകുകയുള്ളൂ. പണ്ടൊക്കെ ഒരു കാര്യത്തിന് പോകുമ്പോൾ വീട്ടിൽ അപ്പനും അമ്മയും പറയും, മോനെ ഇന്നടത്ത് അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും അടുക്ക ചെന്ന് നീ പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചിട്ട് വേണം പോകാൻ. കാരണം എന്താണെന്നറിയാമോ? പണ്ടൊക്കെ ഒരു വിദേശയാത്ര നടത്തുമ്പോൾ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അനേകരോട് പറയും, ഞാൻ ഇന്ന കാര്യത്തിന് പോവുക, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയാമോ എൻ്റെ ജനമേ? പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. പല അപകടങ്ങൾ, അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു ചേരാം. എൻ്റെ മാത്രം പ്രാർത്ഥനയല്ല, അനേകരുടെ പ്രാർത്ഥന നിമിത്തം വരാനിരിക്കുന്ന സകല ഭാരങ്ങളെയും അപകടങ്ങളെയും ആരൊഴിവാക്കി തരും? ദൈവം തമ്പുരാൻ ഒഴിവാക്കി തരും. അതുകൊണ്ടാണ് നമ്മൾ അനേകർക്ക് യാത്ര ചോദിച്ചിട്ട് പോകുന്ന ഒരു രീതി നമുക്കുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്തിലോ പലരും സ്ത്രീ സമാജത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ അമ്മാമ്മമാര് പലരും പറയും, എൻ്റെ അച്ഛൻ്റെ വിസ ബോംബെ വരെ വന്ന് നിൽക്കി, അച്ഛൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചോണം. അച്ഛൻ പ്രാർത്ഥിച്ച് അച്ചായൻ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നതും അറിയത്തില്ല, പോകുന്നതും അറിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? പള്ളിക്ക് വേണ്ടി വല്ലതും ചോദിച്ചാൽ എന്തോ ചെയ്യും? മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കാർക്കും ഒറ്റയ്ക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പലരും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കൊരുത്തൻ്റെ സഹായം വേണ്ട, എനിക്ക് കഴിയാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്, ആരുടെ സഹായം എനിക്ക് വേണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, ആരുടെ സഹായമില്ലാതെ നമുക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? രണ്ട് വ്യക്തികളോട് ഈ ലോകത്തിലുള്ള നമ്മുടെ കടപ്പാട് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. കാരണം ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ എന്നെയും നിങ്ങളെയും എടുത്ത ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. ആരാന്നറിയാമോ? അറിയാമെങ്കിൽ തന്നെ ഇത്രയും സമ്പന്നനും സമ്പന്നയുമായില്ലേ, 1000 രൂപ അവർക്ക് നന്ദിയായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നാളെ നിങ്ങളും ഞാനും ഒക്കെ മരിക്കും. മരിച്ചതിന് ശേഷം എൻ്റെയും നിങ്ങളുടെയും മൃതശരീരം ഭവനത്തിൽ നിന്ന് ദേവാലയത്തിലേക്കും ദേവാലയത്തിൽ നിന്ന് കുഴിമാടത്തിലേക്കും എടുക്കുന്ന ശവപ്പെട്ടിയുടെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന 6 വ്യക്തികളും 6 12 കരങ്ങളുമുണ്ട്. ആരവസാനം എടുക്കുന്നതെന്ന് അറിയാമോ? എന്നെയും നിങ്ങളെയും. ഇരിക്കട്ടെ ചാക്കോച്ച, നിനക്കൊരു 10,000 രൂപ, നീ എന്നെ അവസാനം എടുക്കാനുള്ളതല്ലേ? ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മുൻകൂർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒന്ന് ഓർത്തു നോക്കിയേ. ഈ ലോകത്തിലേക്ക് ഞാനും നിങ്ങളും വന്നപ്പോൾ ആദ്യം എടുത്ത കരത്തോടും അവസാനം എന്നെ നിങ്ങളെയും എടുക്കുന്ന കരത്തോടും ഈ ലോകത്തിലെ ഒരു മനുഷ്യന് നന്ദി പറയുവാൻ പണം കൊടുത്ത് കടപ്പാട് തീർക്കാൻ പറ്റാത്തിടത്തോളം കാലം ഒരുത്തിന്റെ സഹായം വേണ്ട എന്ന് പറയാൻ ആർക്കും ഒരിക്കലും ഒരു അവകാശവും ഇല്ല. അതുകൊണ്ട് എൻ്റെ ജനമേ, നമ്മൾ ഇന്നീ നിലയിലായത് അനേകരുടെ കരുണയും അനേകരുടെ സഹായവും കൊണ്ടാ. ഇവിടെ യേശു തമ്പുരാൻ തനിയെ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി. കാരണം എന്താണെന്നറിയാമോ? വലിയ 10,000 ജനസമൂഹം യേശു തമ്പുരാന്റെ മുമ്പിൽ വന്നിരിപ്പുണ്ട്. ഇതുപോലെ 10,000 പേർക്കും 10,000 പ്രശ്നങ്ങളാണ്. 10,000 പേരുടെ 20,000 കണ്ണുകളും ആരുടെ കണ്ണിലേക്കാ നോക്കുന്നേ? ക്രിസ്തുവിന്റെ 2 കണ്ണിലേക്കാ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 10,000 ഇവിടെ ഇരിക്കുന്ന 500 പേരുടെയും സ്വഭാവം 500 സ്വഭാവമാ. ചിലരുണ്ട് വീട്ടിലേക്ക് വന്ന് നിറകൊലയായിട്ട് നിൽക്കുന്ന തേങ്ങയിലോട്ടൊന്ന് നോക്കിയാൽ മതി, പോകുന്നതിന് മുമ്പ് കൊല എവിടെ കിടക്കും? നിലത്ത് കിടക്കും. എന്ത് കണ്ടാലും, പുതിയ വീട് വെച്ചാലും എന്ത് ചെയ്താലും ചിലർക്കുണ്ട് ഒരു മുടക്കുമില്ലേലും ഒന്ന് അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. നീ വല്ലതും മുടക്കിയിട്ടുണ്ടോ? നീ വല്ലതും കൊടുത്ത് സഹായിച്ചിട്ടുണ്ടോ? എടാ, അവന്റെ പണം അവൻ വീട് വെച്ചതിന് നീ എന്തിനാടാ ചെന്ന് അഭിപ്രായം പറയുന്നത്? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാ ചിലരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയും, എടാ ഒരു കള്ള ലക്ഷണമാണ് നിന്റെ മുഖത്ത്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ വിചാരങ്ങളെല്ലാം ശോഭിക്കുന്ന കണ്ണാടിയായി എവിടെ? മുഖം. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ 10,000 സ്വഭാവമുള്ളവരും ഈ കർത്താവിന്റെ 2 കണ്ണിലേക്ക് നോക്കുമ്പോൾ ഈ 10,000 പേരിലേക്കും ശക്തി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവിന്റെ കൈ പിന്നെ വല്ലതും ഉണ്ടോ? മനസ്സിലാകുന്നു? ആ നഷ്ടപ്പെട്ട തമ്പുരാന്റെ കൃപ പ്രാപിക്കാൻ വേണ്ടിയാ വീണ്ടും എങ്ങോട്ട് പോകുന്നത്? മലമുകളിലേക്ക്
ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ. അവിടെ നിന്ന് വീണ്ടും കൃപ പ്രാപിച്ചിട്ടാണ് യേശു തമ്പുരാൻ പിന്നെയും ജനസമൂഹത്തെ അഭിമുഖീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ജനമേ, ഒരു ഭവനം നയിക്കുമ്പോൾ, ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ, ഒരു ഇടവക നയിക്കുമ്പോൾ ഒത്തിരി കൃപയും ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിലേ എനിക്കും നിങ്ങൾക്കും കാര്യങ്ങൾ നടത്തുവാൻ, നേതൃത്വം കൊടുക്കുവാനായി സാധിക്കുകയുള്ളൂ. ഇവിടെ യേശു തമ്പുരാൻ പലയിടത്തും പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യേശു തമ്പുരാൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ. വീണ്ടും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നു, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അവൻ ഒറ്റയ്ക്ക് മലമുകളിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. ചുരുക്കത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറ്റുള്ളവർ പ്രാർത്ഥിച്ചാലും കൊള്ളാം, വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയും വ്യക്തിപരമായ ഒരു ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിലേ കുടുംബം നയിക്കാൻ, ഭവനം നയിക്കാൻ, മക്കളെ പോറ്റാൻ, കുടുംബജീവിതം നയിക്കാൻ, ചെയ്യുന്ന കാര്യങ്ങൾ സഫലമാകണമെങ്കിലൊക്കെ ഒത്തിരി ദൈവകൃപ വേണം. ഉണ്ടെങ്കിലേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. കയ്യിൽ വല്ലതും ഉണ്ടെങ്കിലേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് പുരോഹിതനായാലും കൊള്ളാം, അപ്പച്ചനായാലും കൊള്ളാം, അമ്മച്ചിക്കായാലും കൊള്ളാം, അപ്പനായാലും അമ്മയ്ക്കായാലും കയ്യിൽ വല്ലതും ഉണ്ടെങ്കിലേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കാര്യം സാധിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ, യേശു തമ്പുരാൻ ക്രൂശിൽ പരമയാഗമാകുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഗെത്സമനയിൽ ഇരുന്ന് ഒരു ടിവിയോ LCDയോ കാണുന്നത് പോലെ വരാനിരിക്കുന്ന അടുത്ത നിമിഷത്തെ ക്രൂശ് മരണത്തെയും കുന്തം കൊണ്ടുള്ള കുത്തിനെയും ചാട്ടവാർ അടിയും മുൾക്കിരീടവും സകലതും കർത്താവ് കണ്ട് ഓരോ തുള്ളി രക്തവും വേർപ്പാക്കി ഒഴുകുകയാണ്. ഗെത്സമനയിൽ ഇരുന്ന് പിതാവിനോടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ക്രൂശിൽ യാഗമാകാതിരിക്കേണ്ടതായിട്ട് വന്നോ? ഇല്ല. യേശു തമ്പുരാൻ അവസാനം പറഞ്ഞു, എന്നാലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് പടയാളികൾ ഇട്ടു. ദാനിയേൽ മുട്ടുമേൽ നിന്ന് ദൈവത്തോടെ പ്രാർത്ഥിച്ചു. സിംഹത്തിന്റെ വായെ തമ്പുരാൻ അടച്ചു കളഞ്ഞു. പ്രാർത്ഥന എന്ന് പറയുന്നത് കാര്യസാധിക്കലല്ല, അതിജീവിക്കുവാനുള്ള തമ്പുരാന്റെ കൃപയാണ്. ഇനിയുണ്ട്. പലപ്പോഴും യോസഫിന്റെ ജീവിതാനുഭവം നോക്കുമ്പോൾ വളരെ സങ്കടം എനിക്ക് തോന്നാറുണ്ട്. കാരണം യോസഫിനെ സഹോദരന്മാരെല്ലാം പൊട്ടക്കിണറ്റിലിട്ടു. അന്ധകാരത്തിന്റെ ഇരുട്ടിൽ നിന്ന് യോസഫ് കിണറിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ 10 തലകൾ കിണറിന് ചുറ്റും നിപ്പുണ്ട്. ആരുടേതാ? തന്റെ സ്വന്തം സഹോദരങ്ങളാ. തന്നെ പോറ്റേണ്ടവ, തന്നെ സഹായിക്കേണ്ടവ, ജീവിതത്തിൽ വലിച്ചുയർത്തേണ്ടവ, ജീവിതത്തിൽ കൈപിടിച്ചു നടത്തേണ്ടവർ യോസഫിനെ കിണറ്റിന്റെ അഗാധത്തിലേക്ക് ഇടുകയാ. മാതാപിതാക്കളെ, നമ്മുടെ ശത്രുവുമാരാ? നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ വീട്ടുകാരും തന്നെയാ. അത് യേശു തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ സഹായിക്കേണ്ട, കൈപിടിച്ചു വളർത്തേണ്ട സഹോദരങ്ങൾ തന്നെ ഇരുട്ടിന്റെ അന്ധകാരത്തിലേക്ക് ആക്കിക്കളയുക. നമ്മളും വിചാരിക്കും, എന്നാലും അവൻ എന്നെ ഒന്ന് സഹായിച്ചില്ലല്ലോ, ഓർക്കുക എൻ്റെ ജനമേ, നിന്ദിച്ചവർ തന്നെ, പരിഹസിച്ചവർ തന്നെ, പൊട്ടക്കിണറ്റിന്റെ അഗാധത്തിലിട്ടവർ തന്നെ ഒരു നാൾ കഴിയുമ്പോൾ 2 കരവും നീട്ടിക്കൊണ്ട് ചോദിക്കുകയാ, യജമാനനെ, ഒരു നേരത്താഹാരം നീ ഞങ്ങൾക്ക് നൽകണം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെയും ജീവിതം ഒരു സുപ്രഭാതം കൊണ്ടല്ല ശോഭിപ്പിക്കപ്പെടുന്നത്. പല നാൾ കഴിയുമ്പോഴാ അവൻ അനുഭവിച്ച കഷ്ടതയുടെ ദൈവാനുഗ്രഹം അവന്റെ ജീവിതത്തിൽ തമ്പുരാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജനമേ, ഇപ്പോഴുള്ള നിങ്ങളുടെ കഷ്ടതകൾ, ഇപ്പോഴുള്ള നിങ്ങളുടെ വേദനകൾ എല്ലാം നിസ്സാരമാ. വരാനിരിക്കുന്ന വലിയ അനുഗ്രഹത്തിന്റെ മുന്നോടികളാ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സകല കഷ്ടതകളും നൊമ്പരങ്ങളും. അപ്പോൾ ഈ പ്രഭാതത്തിൽ നിങ്ങൾ വരുമ്പോൾ ഓർത്തോണം,
നിങ്ങൾ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ലോകത്തിന്റെ ഒരു ഭാരങ്ങളും നിന്നെ തളർത്തുകയില്ല. ഈ ലോകത്തിന്റെ ഒരു കഷ്ടതകളും നിന്നെ നിലംപരിശാക്കുകയില്ല. ഈ ലോകത്തിന്റെ ഒരു നിന്ദകളും നിന്നെ ഇല്ലാതാക്കുകയുമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇവിടെ യേശു തമ്പുരാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാനായി എവിടേക്ക് പോയി? മലമുകളിലേക്ക് പോയി. നമ്മളും ഒരു കുടുംബം നയിക്കുമ്പോൾ, ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ, പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകണം, വ്യക്തിപരമായ കണ്ണുനീരുണ്ടാകണം, വ്യക്തിപരമായ ദൈവ സംസർഗം ഉണ്ടാകണം. അടുത്ത ഒരു രണ്ടാമത്തെ കാര്യം, 24 വാക്യത്തിൽ പറയുകയാണ്, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4 യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവിടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഭൂതമെന്ന് കരുതി ശിഷ്യന്മാർ നിലവിളിച്ചു. ഉടനെ യേശു തമ്പുരാൻ പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, നിങ്ങൾ പേടിക്കേണ്ട. എന്താണ് ഭൂതം? എന്താ ഭൂതം? എന്താ ഭൂതം? പേടിപ്പിക്കുന്നത് എന്താണോ അതാണ് ഭൂതം. ജീവിതയാത്രയിൽ എന്നെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഞാൻ ഭയക്കുന്നത് എന്താണോ അതാണ് ജീവിതയാത്രയിലെ ഭൂതം. അത് രോഗമാകാം, സഹോദരനാകാം, അയൽക്കാരനാകാം, ഒരുപക്ഷെ വികാരി അച്ഛനാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, അമ്മായിപ്പനാകാം, അമ്മായിമ്മയാകാം, നിന്റെ കടബാധകളാകാം. പക്ഷെ ഓർക്കുക, പേടിപ്പിക്കുന്നത് എന്താണോ അതാണ് ഭൂതം. ഭൂതം എന്ന് കരുതുമ്പോൾ ഓർക്കുക, നിനക്ക് സഹിക്കാൻ വയ്യാതെ നീ നിലവിളിക്കുമ്പോഴാണ് ആരിടപെടുന്നത്? യേശു തമ്പുരാൻ. ഉടനെ മകനെ ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. മാതാപിതാക്കളെ, ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്കറിയാം, ഭിത്തിയില് കർത്താവ് ഒരു ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? ഒരു ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ. അത് കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നത് ആട് ഏതാടാ? കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ആട് ഏതാടാ? മുട്ടാടാണോ, തള്ളയാടാണോ, കുട്ടിയാടാണോ, ഏതാടാ? നമുക്കറിയാം, കുട്ടനാട് പ്രദേശത്തിൽ വലിയ താറാവും കൂട്ടത്തെയും കൊണ്ട് പോകുമ്പോൾ ആ താറാവിനെയും കൊണ്ട് പോകുന്ന മനുഷ്യനേക്കാൾ ചെറിയൊരു കൊതുമ്പ് വെള്ളമുണ്ട്. ആ കൊതുമ്പ് വെള്ളത്തിന്റെ രണ്ടറ്റത്തും 2-3 താറാവുമാണ്. ഏത് താറാവാ? കൂട്ടത്തിൽ നീന്താൻ പറ്റാത്ത, കൂട്ടത്തിൽ നടക്കാൻ പറ്റാത്ത താറാവ് ആരുടെ കയ്യിൽ ഇരിക്കുന്നത്? വള്ളത്തിലിരിക്കുന്നത്. അപ്പോൾ ഇടയന്റെ കയ്യിലിരിക്കുന്ന ആട് ഏതാടാ? കൂട്ടത്തിൽ നടക്കാൻ പറ്റാത്ത ബലഹീനമാകുന്ന ആടാണ് ആരുടെ കയ്യിലിരിക്കുന്നത്? ഇടയന്റെ കയ്യിൽ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ, ജീവിതത്തിലെ പ്രയാസങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ ഓർത്തോണം, കൂട്ടത്തിലുള്ളവനോട് ഓടാൻ പറ്റാതെ വരുമ്പോൾ, കൂട്ടത്തിലുള്ളവനോട് നടക്കാൻ പറ്റാതെ വരുമ്പോൾ ഓർത്തോണം, എന്റെ സ്ഥാനം എന്റെ കർത്താവിന്റെ കരത്തിലും അവന്റെ ഹൃദയത്തോട്, അവന്റെ മാറിനോട് ചേർന്നിരിക്കാനുള്ള ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് എന്റെ കഷ്ടതയെന്ന് ഞാനും നിങ്ങളും ഓർത്തോണം. മാതാപിതാക്കളെ, നല്ല ഇടയൻ കൂട്ടത്തിൽ ബലഹീനമായതിനെ എപ്പോഴും തൻ്റെ കരത്തിൽ എടുത്തുകൊണ്ട് നടക്കും. നമ്മുടെ ഭാരങ്ങളും ഇതുപോലെ. നീ തളരുമ്പോൾ ഓർക്കുക, നിന്റെ സ്ഥാനം നിന്റെ കർത്താവിൻ്റെ കരത്തിലാണ്. ഇവിടെ പറയുകയാണ്, ശിഷ്യന്മാർ ഭൂതമെന്ന് കരുതി നിലവിളിച്ചു. നിലവിളിക്കുന്നത് എപ്പോഴാ? സഹിക്കാൻ വയ്യാതെ വരുമ്പോഴാണ്. എപ്പോഴും പറയാറുണ്ട്, കണ്ണുനീരാണോ വലുത്, നിലവിളിയാണോ വലുത്? ഏതാ വലുത്? കണ്ണുനീര് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാ? സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? ആർക്കാ? പുരുഷന്മാർ പറഞ്ഞേ. സ്ത്രീകൾക്കാ. വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം എപ്പം ടാപ്പ് തുറന്നാല് ആ കള്ള കണ്ണീരിങ്ങി പോരും. അതിനു മുമ്പ് ഞങ്ങൾ എപ്പോഴും പുരുഷന്മാർ, ഭർത്താക്കന്മാര് വീണുകൊണ്ടിരിക്കുക. എപ്പോ വേണമെങ്കിലും കരയാൻ പറ്റും, പക്ഷെ നിലവിളിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന് സഹിക്കാൻ വയ്യാതെ വരുമ്പോഴവൻ നിലവിളിക്കുന്നു. ഓർക്കുക എൻ്റെ ജനമേ,
സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുമ്പോഴാ തമ്പുരാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുന്നത്. ഒരു വിഷയം വന്നു, ഒരു വേദന വന്നു, നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിലൊന്നും തമ്പുരാൻ ഇടപെടത്തില്ല, പ്രാർത്ഥനയുടെ മധ്യത്തിലും തമ്പുരാൻ ഇടപെടത്തില്ല. എന്റെ മകന്, എന്റെ മകൾക്ക് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ എപ്പോഴുണ്ടാകുന്നു, അപ്പോഴാണ് ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുന്നത്. അബ്രഹാം തന്റെ വെപ്പാട്ടിയായ ആഗാറിന്റെ കയ്യിൽ ഒരു തുരുത്തി വെള്ളവും മകനെയും കൂട്ടി മരുഭൂമിയിലേക്ക് ആട്ടിപ്പായിക്കുകയാണ്. തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ ആഗാർ മകനെ ഉപേക്ഷിച്ചിട്ട് ഒരമ്പിൻപാട് ദൂരത്തിരുന്ന് മകന്റെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് ഉറക്ക നിലവിളിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ, തുരുത്തിയിൽ വെള്ളം ഉള്ളിടത്തോളം കാലം ആഗാർ മകനെ ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കുമോ? തുരുത്തിയിൽ വെള്ളമുള്ളിടത്തോളം കാലം ആഗാർ മകനെ ഉപേക്ഷിക്കുമോ? ഇല്ല. നമ്മുടെ ജീവിതം ഇതുപോലെ. ഈ ലോകത്തിലുള്ള നിന്റെ സർവ്വ പ്രത്യാശയും, ഈ ലോകത്തിലുള്ള മനുഷ്യരിലുള്ള സർവ്വ ആശ്രയം നീ കൈവിട്ടിട്ട് എന്ന് നിന്റെ തമ്പുരാനെ പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴാണ് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ തമ്പുരാൻ ഇടപെടുന്നത്. മാതാപിതാക്കളെ, അബ്രഹാം തന്റെ ഏകജാതനായ ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് യാഗമർപ്പിക്കുവാനായി കൊടന്നു ചെല്ലുകയാ. തന്റെ പൊന്നോമന പുത്രന്റെ ശിരസ്സറക്കുവാൻ വേണ്ടി കത്തി ഉയർത്തിയ അടുത്ത നിമിഷത്തിലാണ് അബ്രഹാമിനോട്, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ നീ കൈവെക്കരുത്, ആഗാറ് മകന്റെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ ആശ്രയമായ വെള്ളം ഉപേക്ഷിച്ചിട്ട് ദൂരത്തിരുന്നപ്പോൾ ആഗാറിനോട് തമ്പുരാൻ പറയുകയാണ്, ആഗാറേ, ആഗാറേ, ബാലന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ ഓർക്കുക, നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നത് എപ്പോഴാ? നിലവിളി സഹിക്കാൻ വയ്യാതെ ഒരവസ്ഥ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നു, അപ്പോഴാണ് ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുന്നത്. എല്ലാ പ്രസംഗത്തിലും പറയുന്ന ഒരു സ്ത്രീയുടെ അനുഭവ സാക്ഷ്യമുണ്ട്. അതായത്, ഞാനൊരു മരണത്തിന് പങ്കെടുത്ത വിശ്രമിക്കുന്ന സമയം ഒരു സ്ത്രീ വന്ന് അവിടെ അനുഭവ സാക്ഷ്യം എന്നോട് പറയുക, എൻ്റെ അച്ഛൻ, ഞാൻ ഡൽഹിയിലെ പ്രശസ്തമായ ഒരു സ്കൂളിൻ്റെ അഡ്മിസസ് ആയിട്ട് സേവനമനുഷ്ഠിച്ച് വിശ്രമിക്കുന്ന സമയം എൻ്റെ കൈകളുടെ ഇടുപ്പുകളുടെ ഇരുവശങ്ങളിലുമായി ചീഞ്ഞു നാറുന്ന 2 വ്രണമുണ്ടായി. എനിക്ക് ബ്ലൗസ് ധരിക്കാൻ സാധിക്കുകയില്ല, ഒരു ഷാള് മാത്രമേ എൻ്റെ ശരീരത്തിൽ ഇടാറുള്ളൂ. ഈ രോഗവുമായി മല്ലിട്ട് കഴിയുന്ന സമയത്ത് ഒരു സ്ത്രീ എന്നോട് വന്ന് പറഞ്ഞു, പൊന്നു ടീച്ചറെ, എൻ്റെ കൂടെ നമ്മുടെ ദേവാലയത്തിലേക്കൊന്ന് പോകുവാൻ കൂട്ടുവരണം. 2 പേരും കൂടി ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നിൽക്കുമ്പോൾ ആരാധന നടക്കുന്ന സമയം കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ ചീഞ്ഞു നാറുന്ന ദുർഗന്ധം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പുരോഹിതൻ പരസ്യമായിട്ട് പറഞ്ഞു, ചീഞ്ഞു നാറുന്ന ശരീരവുമായി ഒരു സ്ത്രീ കടന്നു വന്നിട്ടുണ്ട്, അവർ ദയവ് ചെയ്ത് ദേവാലയത്തിന്റെ പുറത്തേക്ക് പോകണം. ആരാധനയെല്ലാം കഴിഞ്ഞ് അച്ഛന്മാരും സിസ്റ്റർമാരും വന്ന് നോക്കുമ്പോൾ കുമ്പസാര കൂടിൻ്റെ അവിടെ ഒരു സ്ത്രീ നിലവിളിച്ചു കരയുകയാണ്. ആളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ക്യാൻസർ രോഗത്തിന്റെ ചികിത്സ മുഖാന്തരം മുടികളൊക്കെ കൊഴിഞ്ഞ് മുഖമൊക്കെ കറുത്ത് വികൃതമായിരിക്കുന്ന ഒരവസ്ഥ. തിരിച്ചറിഞ്ഞപ്പോൾ ഈ ടീച്ചറിനോടായിട്ട് തന്നെ മാപ്പ് ചോദിക്കുകയാണ്. ഉടനെ ടീച്ചർ അച്ഛന്മാരോടായിട്ട് പറയുക, പൊന്നച്ഛന്മാരെ, ഇപ്പോ ദേവാലയത്തിൽ ആരുമില്ലല്ലോ, നിങ്ങൾ എന്നെ ഒറ്റയ്ക്കൊന്ന് പ്രാർത്ഥിക്കാൻ അനുവദിക്കണം. ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എനിക്ക് 5 കസേരകൾ വേണം. നിലത്തിരിക്കുവാൻ സാധിക്കുകയില്ല, ഉയർന്നിരിക്കുവാനായി ഒരു കസേര. എൻ്റെ കാലുകൾ 2ഉം എനിക്ക് മുൻപോട്ട് വെക്കുവാനായി സാധിക്കുകയില്ല, കാലുകൾ 2ഉം ഉയർത്തി വെക്കുവാനായി 2 കസേര. എൻ്റെ കൈകൾ 2ഉം എനിക്ക് അടുപ്പിച്ചു വെക്കുവാൻ സാധിക്കുകയില്ല, കൈകൾ 2ഉം ഇരുവശങ്ങളിലേക്ക് വെക്കുവാനായി 2 കസേര. അങ്ങനെ 5 കസേരകൾ ക്രമീകരിച്ചു കൊടുത്തതിന്റെ ഫലമായി ഈ ടീച്ചർ ദേവാലയത്തിലിരുന്ന് ഉറക്കെ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പൊന്നു തമ്പുരാനെ, എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ അയലത്തെ ഒരു സ്ത്രീയുടെ വേദനയ്ക്ക് വേണ്ടി നിന്റെ ആലയത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ നിന്റെ ആചാര്യന്മാർ മുഖാന്തരം, സ്വന്തം ജനമുഖാന്തരം അടിച്ചു പുറത്താക്കപ്പെടുവാൻ ഇടയായി തീർന്നല്ലോ എന്നോർത്ത് ഉറക്കെ നിലവിളിച്ചു കരയുകയാണ്. ആരാധനയെല്ലാം കഴിഞ്ഞ് അവർ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്നു.
ക്ഷീണിച്ചവശ്യയായി കടന്നു വരുന്ന സ്വന്തം ഭാര്യയുടെ ചീഞ്ഞുനാറുന്ന വ്രണം വൃത്തിയാക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവ് ശരീരത്ത് കിടന്ന ഷാള് മാറ്റിയപ്പോൾ ചീഞ്ഞുനാറുന്ന വ്രണമില്ല, ഒരു വ്രണത്തിന്റെ പാട് മാത്രം. എന്റെ ജനമേ, എന്നെ കൊണ്ട് വയ്യായെന്ന് എന്റെ തമ്പുരാൻ എപ്പോ തോന്നുന്നു അപ്പോൾ മാത്രമേ എന്റെ ഭാരത്തിന്, എന്റെ ഞെരുക്കത്തിന് ദൈവം നീക്കുപോക്കുണ്ടാക്കി തരികയുള്ളൂ. അതല്ലാതെ ഞാൻ അനുഭവിക്കണമെന്ന് എന്റെ തമ്പുരാൻ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ എത്ര ഉപവസിച്ചാലും എത്ര നൊയമ്പ് നോക്കിയാലും ചില കഷ്ടതകൾ, ചില വേദനകൾ എന്നെയും നിങ്ങളെയും വിട്ടുമാറുകയില്ല. വിശുദ്ധ കന്യക മറിയാമിനോട് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നിട്ട് പറയുകയാണ്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. ജനിച്ചുടനെ ഉണ്ടായിരുന്നോ കന്യക മറിയാമിന് ഈ കൃപ? ഉണ്ടായിരുന്നോ? ഇല്ല. ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിന് നീ ജന്മം കൊടുക്കണം. ഒരു സ്ത്രീയും അനുഭവിക്കാത്ത ദുരിതത്തിന്റെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും പാണ്ടക്കെട്ട് വിശുദ്ധ കന്യക മറിയാമിന്റെ തലയിലോട്ട് തമ്പുരാൻ കൊടുക്കുന്നതിന് മുമ്പാ എന്തു കൊടുത്തത്? കൃപ കൊടുത്തത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഭാരങ്ങളിൽ, നിലവിളിയിൽ ആര് കൃപ നൽകും? അതിജീവിക്കുവാൻ ദൈവം നൽകും. മാതാപിതാക്കളെ, ഭൂതമെന്ന് കരുതുന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, നിന്ദകൾ, മകനെ മകളെ, നിനക്ക് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ എപ്പോഴുണ്ടാകുന്നു നിന്റെ ജീവിതത്തിൽ, അപ്പോഴാണ് ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നതും നിനക്ക് ഉത്തരമരുളുന്നു. അടുത്ത വാക്യത്തിൽ കർത്താവ് എന്ന് കരുതി മൂന്നാമത്തെ കാര്യം പത്രോസ് വരിക 28 വാക്യത്തിൽ പറയുകയാണ്, അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്റെ മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. മാതാപിതാക്കളെ, പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങുമ്പോൾ പത്രോസിന്റെ നോട്ടം ആരിലായിരുന്നു? കർത്താവിലായിരുന്നു. മനസ്സിലാകുന്നോ? കർത്താവുമായിട്ട് അടുക്കുന്നു എന്ന് കരുതിയപ്പോൾ ഇടർച്ച വരുത്താൻ ആര് വന്നു? കാറ്റ് വന്നു. മനസ്സിലാകുന്നോ? പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പത്രോസിന്റെ നോട്ടം കർത്താവിന്റെ മുഖത്തായിരുന്നു. പക്ഷെ കർത്താവുമായി പത്രോസ് അടുക്കുന്നു എന്ന് കരുതിയപ്പോൾ ഇടർച്ച വരുത്താൻ ആര് വന്നു? പ്രതികൂലമായ കാറ്റ് വന്നു. കാറ്റ് പ്രതികൂലമായപ്പോൾ കാറ്റിനെ ആര് നോക്കി? പത്രോസ് നോക്കി. മനസ്സിലാകുന്നു? നമ്മുടെ ജീവിതം ഇതുപോലെ. പലരും പറയും 15 നോയമ്പ് നോക്കുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, എന്നാലും എൻ്റെ കഷ്ടതയ്ക്ക് എന്താ മാറ്റമില്ലാത്തത്? എൻ്റെ നിന്ദയ്ക്ക് എന്താ മാറ്റമില്ലാത്തത്? ഓർക്കുക എൻ്റെ ജനമേ, ദൈവം തമ്പുരാനോട് ഞാനും നിങ്ങളും അടുക്കും തോറും ഇടർച്ച വരുത്താൻ ദുഷ്ടപിശാചിന്റെ കെണി എപ്പോഴും എൻ്റെയും നിങ്ങളുടെയും കൂടെ ഉണ്ടാകും. മദ്യം കഴിക്കുന്നതിന് വലിയ പാടൊന്നുമില്ല. സന്ധ്യയാകുമ്പോൾ വീടിന്റെ റോഡിലോട്ട് ഇറങ്ങി നിന്നാൽ മതി. അനേകർ വന്ന് അവന്റെ ചെലവിൽ നമ്മളെ കൊണ്ടുപോയി മൂക്കുമുട്ട കുടിപ്പിക്കും. പക്ഷെ കുടിക്കാതിരിക്കണമെങ്കിൽ ഒത്തിരി കൃപയുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. മനസ്സിലാകുന്നോ? ദുഷ്ടന്റെ കെണിയിൽ അകപ്പെടുവാൻ, അന്ധകാരത്തിലേക്ക് താഴ്ന്നു പോകുവാൻ മനുഷ്യന് വലിയ എളുപ്പമാണ്. പക്ഷെ ദുഷ്ടന്റെയും പിശാചിന്റെയും കെണിയിൽ അകപ്പെടാതെ നല്ല നിലയിൽ നോട്ടം മറയാതെ കർത്താവിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കാനുള്ളെങ്കിൽ ഒത്തിരി കൃപയുണ്ടെങ്കിലേ എനിക്കും നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. ഇനി രണ്ടാമത്തെ പത്രോസിന്റെ ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കണക്കിനൊരു എടുത്തിയാട്ടമാകും. കർത്താവാണെന്ന് കരുതി പെട്ടെന്നൊന്ന് നടന്നു കളയാം. പലരുടെയും കാര്യം ഇതുപോലെ. ഒന്ന് സ്ഥിരമായി പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ, നൊയമ്പിന് നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ, പ്രാർത്ഥനക്കാരികളായി കഴിഞ്ഞാൽ ചില അമ്മാമ്മമാര് പറയും, എടാ ഇന്നടത്ത് അമ്മാമ്മയ്ക്ക് ഇച്ചിരി കൃപയുണ്ടെന്നാ തോന്നുന്നേ, നീ അവളെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം. ഇന്നടത്ത് അച്ചായന് ഇച്ചിരി കൃപയുണ്ടെന്നാ തോന്നുന്നേ, നീ അവനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം. മാതാപിതാക്കളെ,
പുരോഹിതനല്ലാത്ത ഒരു മനുഷ്യന്റെ കൈകൊണ്ടും നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചാൽ അവന്റെ കാലക്കേട് കൂടി നിങ്ങളുടെ മണ്ടക്കിരിക്കും. ഓർത്തോണം, പുരോഹിതന്റെ കൈക്കല്ല പ്രാധാന്യം, ബലിയർപ്പിക്കുന്ന കൈയാകിയാലാണ് ഈ കൈക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഞങ്ങൾ അതിജീവിക്കുന്നത് എങ്ങനെ? വിശുദ്ധ കുർബാനമേൽ തമ്പുരാൻ തിരുശരീര രക്തങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ മേൽ ഓർത്തുകൊണ്ട് ആ ത്രോണോസിൽ കുരിശു വരച്ചുകൊണ്ട് ജനത്തിന്റെ നൊമ്പരങ്ങൾക്ക് വേണ്ടി, പുരോഹിതന്റെ വേദനകൾക്ക് വേണ്ടിയും വിശുദ്ധ ബലി യാഗമായി അർപ്പിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വഴിയെ പോകുന്ന ഒരുത്തനെയും കൊണ്ട് നിങ്ങളുടെ തലയെ കൈവെക്കാൻ ഒരു മനുഷ്യനും അധികാരമില്ല. ഒറ്റൊരു മനുഷ്യനേ ഉള്ളൂ. വിവാഹ ശുശ്രൂഷയ്ക്ക് ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഗുരുദക്ഷിണ മേടിച്ചു കഴിയുമ്പോൾ ആ ഗുരുവിന് മാത്രമേ തലയിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ സകല ഗുരുത്വദോഷങ്ങളും മാറിക്കിട്ടുവാൻ വേണ്ടിയ ആ ഗുരുവിനെ കൊണ്ട് മാത്രമേ തലയെ കൈവെക്കാനുള്ള ഒരു അനുവാദവും ഉണ്ടാകുകയുള്ളൂ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കളെ, എന്തെങ്കിലും ഉണ്ടെന്നും കണ്ട് ആരും എടുത്തു ചാടരുത്. എടുത്തു ചാടിയാൽ ഉടൻ ഇടർച്ച വരുത്താൻ ദുഷ്ടപിശാച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ഇനി ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. വിശുദ്ധ 31-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കടലിന്റെ അന്ധകാരത്തിലേക്ക് താന്നു പോകുകയാ. കർത്താവിന്റെ ഏത് കരമാ നീട്ടിക്കൊടുത്തത്? വലത്തുകരമാണോ ഇടത്തുകരമാണോ? ഏത് കരമാകും? വലത്തുകരമാ. മനസ്സിലാകുന്നോ? വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഏത് കരമാ? ഏത് കരമാ? വലത്തുകരമാ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പല സ്ത്രീകളും പുരുഷന്മാരും നിൽക്കുന്നത് എങ്ങനെ? രണ്ട് കരവും പുറയിലൊക്കെ കെട്ടി വളരെ അലക്ഷ്യമായി. മാതാപിതാക്കളെ, ആലയത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ ഓർക്കണം. ഒരു മനുഷ്യൻ എന്നോട് വന്ന് പറയും, അച്ഛാ, മര്യാദയ്ക്ക് അച്ഛൻ എൻ്റെ മകന് +2 അഡ്മിഷൻ മേടിച്ച് തരണം. ഞാൻ എന്ത് പറയും? എന്നാ പിന്നെ അവന് ഞാൻ മേടിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. ആ സമയം എന്നോട് വന്ന്, എന്റെ പ്രിൻസച്ച, അച്ഛനെ പോലൊരു അച്ഛൻ ഈ ലോകത്തിൽ ഇല്ലെന്റെ അച്ഛാ. ആര് പൊങ്ങി? ആര് പൊങ്ങി? പ്രിൻസച്ചൻ പൊങ്ങി. ആര് കാര്യം സാധിച്ചോണ്ട് പോയി? വന്നവൻ കാര്യം സാധിച്ചോണ്ട് പോയി. എന്റെ ജനമേ, ആലയത്തിൽ വരുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ, നിങ്ങളെ കണ്ടാൽ, നിങ്ങളുടെ പാപം കണ്ടാൽ, ഉള്ളിലെ ഉരുക്കം കണ്ടാൽ തമ്പുരാൻ അനുഗ്രഹിക്കാൻ തോന്നണം. അഹങ്കാരത്തോടോ പുത്തൻ കാശിന്റെ വലിപ്പത്തോടോ നിന്റെ വസ്ത്രത്തിന്റെ വലിപ്പത്തോടോ നെളിഞ്ഞ് പുളഞ്ഞ് നീ ആലയത്തിൽ വന്നാൽ, ആലയത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ നിന്നെ വളച്ചു മാത്രമേ തമ്പുരാൻ നിന്നെ വിടുകയുള്ളൂ. ഓർക്കുക, ആലയത്തിൽ വന്ന് നിൽക്കുമ്പോൾ എന്റെ പാപം കണ്ടാൽ തമ്പുരാൻ അനുഗ്രഹിക്കാൻ എന്നെ തോന്നണം. ഇവിടെ പത്രോസിന്റെ അടുക്കിലേക്ക് തമ്പുരാന്റെ വലത്തുകരം നീട്ടി കർത്താവ് അവനെ കരം പിടിച്ച് ഉയർത്തുകയാ. നമ്മുടെ ജീവിതവും ഇതുപോലെ ചില പ്രശ്നങ്ങളുടെയും ദുഃഖങ്ങളുടെയും അഗാധത്തിന്റെ അന്ധകാരത്തിലേക്ക് താന്നു പോകുമ്പോൾ നിലവിളിച്ചാൽ ആരുടെ കരം വരും? ആരുടെ കരം വരും? കർത്താവിന്റെ കരം വരും. കർത്താവ് എന്നിട്ട് പത്രോസിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉടനെ അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു? നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളും പലപ്പോഴും അവിശ്വാസികളാകുന്ന ചില ജീവിതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതായത്, ഒന്നാമത്തെ ഒരു കാര്യം, മാതാപിതാക്കളെ, ജനിച്ചുടനെ ആ കുഞ്ഞിനെ മാമോദിസ മുക്കുവാനായി അപ്പനും അമ്മയും ദേവാലയത്തിലേക്ക് കൊണ്ടുവരും. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി മറിയാം, യോസഫ് അല്ലെങ്കിൽ ജോൺ മാമോദിസ മുദ്രകുത്തപ്പെടുന്നു, മുങ്ങുന്നു. എവിടാ റൂഷ്മ വരച്ചത്? എവിടാ റൂഷ്മ വരച്ചത്? തിരുനെറ്റിയില. അതുകൊണ്ടാ ഓർത്തഡോക്സുകാരികൾ ആരും മാമോദിസ മുങ്ങി ആരും തിരുനെറ്റിക്ക് പൊട്ടിടരുത് എന്ന് പറയുന്നത്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പലപ്പോഴും വിശുദ്ധ കുർബാന കൊള്ളാനായിട്ട് സ്ത്രീകൾ കടന്നു വരുമ്പോൾ നല്ലവണ്ണം ചുണ്ടൊക്കെ ചുമപ്പിച്ചുകൊണ്ട് കടന്നു വരും. കർത്താവിന്റെ മുമ്പിൽ എന്തിനാ നിങ്ങൾ ചുണ്ടു ചുമപ്പിച്ചുകൊണ്ട് വരുന്നത്?
സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഒരുങ്ങി നടക്കേണ്ടത് എവിടാ? ആലയത്തിൽ വരുമ്പോഴാണോ? കല്യാണത്തിന് വരുമ്പോഴാണോ? നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിൽ തന്നെ. മനസ്സിലാവുന്നോ? സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അണിഞ്ഞൊരുങ്ങേണ്ടതും നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കേണ്ടതും നിങ്ങളുടെ ഭർത്താവ് തന്നെയാ. എന്നിട്ട് പറയും, ഓ അത് ഞാൻ എന്നോടൊരു സ്നേഹവും ഇല്ല, അത് ഞാൻ എന്നോടൊരു കരുണയുമില്ല. മാതാപിതാക്കളെ, ആലയത്തിലെ പ്രദർശന വസ്തു ആകരുത്. സ്ത്രീകൾ ശാന്തതയോടുകൂടി വേണം, ഭക്തിയോടും വിനയത്തോടും കൂടി വേണം ആലയത്തിലേക്ക് കടന്നു വരുവാൻ. ഇനി ഓർക്കുക, ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ എന്നെയും നിങ്ങളുടെയും തലയിൽ റൂഷ്മ മുദ്ര കുത്തപ്പെട്ടത്. പ്രായമായി കഴിഞ്ഞ് വാർദ്ധക്യവുമായി മരിക്കാറാകുമ്പോഴാ പല അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും ഒരു സംശയം, അയ്യോ ചെറുപ്പത്തിൽ മുക്കിയതല്ലേ, എനിക്ക് ബോധമൊന്നും ഇല്ലായിരുന്നു, ഇനി ഒന്നും കൂടെ കലക്കവെള്ളത്തിൽ പോയി മുങ്ങിയാലേ നിത്യജീവൻ കിട്ടത്തുള്ളെന്ന ഒരു വിശ്വാസം. നിങ്ങളെവിടാ മുക്കിയത് എൻ്റെ ജനമേ? എവിടാ മുക്കിയത്? പരിശുദ്ധ മാമോദിസയ്ക്കകത്ത് എത്ര ഒരു ചൂടുവെള്ളവും പച്ചവെള്ളവും പരിശുദ്ധ മൂറോനും അടങ്ങുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള പരിമളമുള്ള വെള്ളത്തിലാണ് നിങ്ങളെ മാമോദിസ മുങ്ങിയത്. കർത്താവ് മാമോദിസ മുങ്ങിയ യോർദാൻ നദിക്ക് പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? 3 നദികൾ വന്നു ചേരുന്നതാണ് യോർദാൻ നദി. അതായത് ഒന്നാമത് ഹെർമോൺ നദിയും, രണ്ടാമത് യർമൂക്ക് നദിയും, മൂന്നാമത് യാബോക്ക് നദിയും. മനസ്സിലാകുന്നു? തണുത്ത വെള്ളവും പച്ചവെള്ളവും സുഗന്ധ ലേപനങ്ങളും അടങ്ങിയ 3 നദികൾ വന്നൊഴുകുന്ന യോർദാൻ നദിയില കർത്താവ് മാമോദിസ മുങ്ങിയത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെയാണ് ചൂടുവെള്ളവും പച്ചവെള്ളവും പരിശുദ്ധ മൂറോനും ഏതിലേക്ക് ഒഴിക്കുന്നത്? മാമോദിസ വെള്ളത്തിൽ. ഒന്നാമത്തെ കാര്യം, ഹെർമോൺ നദിയിൽ നിന്നാണ് തണുത്ത വെള്ളം വരുന്നത്. യർമൂക്ക് നദി, അതായത് ദാൻ മരുഭൂമി കടന്നു വരുന്ന യർമൂക്ക് നദിയിൽ നിന്നാണ് ചൂടുവെള്ളം കടന്നു വരുന്നത്. അടുത്ത മൂന്നാമത്തെ യാബോക്ക് നദി, അതായത് ഗിലെയാദിന്റെ സുഗന്ധ ലേപനങ്ങളുള്ള വൃക്ഷങ്ങൾ നിൽക്കുന്ന ഗിലെയാദിൻ തൈലമില്ല എന്ന് പറയുന്ന യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഗിലെയാദിലെ വൃക്ഷത്തിന്റെ സൈഡിൽ കൂടി ഒഴുകുന്ന നദി. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഈ തണുത്ത വെള്ളവും ഈ പച്ചവെള്ളവും ഈ സുഗന്ധ ലേപനങ്ങളും അടങ്ങിയ പരിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷമാ പറയുന്നു, അയ്യോ അന്ന് ഓർമ്മയില്ലാതെ മുങ്ങിയതാ, ബോധത്തോടൊന്നും കൂടെ മുങ്ങിയാലേ നിത്യജീവൻ കിട്ടത്തുള്ളൂ. മാതാപിതാക്കളെ, ഒരു പൈതൽ ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ ഓർത്തോണം, അവൻ ഒരു കാവൽ മാലാഖയുണ്ട്. രണ്ടാമത്, നിങ്ങളെ മാമോദിസ മുക്കുന്നത് ഒരു പരിശുദ്ധന്റെ നാമത്തിലാണ്. മനസ്സിലാകുന്നോ? ശിഷ്യന്മാരുടെയോ മരിച്ചുപോയ പുണ്യവതികളായ സ്ത്രീകളുടെയോ നാമത്തിലാ നിങ്ങളെ എല്ലാവരെയും മുദ്ര കുത്തപ്പെടുന്നത്. അപ്പോൾ ഒരു വശത്ത് കാവൽ മാലാഖയും മറുവശത്ത് ആരുമുണ്ട്? ഒരു പരിശുദ്ധനുമുണ്ട്. ഇടത്തും വലത്തും 2 പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയാല എന്നെ നിങ്ങളെ മാമോദിസ മുക്കിയത്. പക്ഷെ കാലത്തിന്റെ ഓട്ടത്തിൽ കയ്യിലിരിപ്പ് ക്രൂരമായപ്പോൾ ആരങ്ങോടിപ്പോയി? ഇടത്തും വലത്തും നിന്ന് പരിശുദ്ധന്മാർ അവരുടെ വഴിക്കങ്ങ് പോയി. അതുകൊണ്ടാണല്ലോ ഏതൊരു കൊച്ചു കുഞ്ഞ്, അപ്പനും അമ്മയും എത്ര കറുത്തിരുന്നാലും കൊള്ളാം വെളുത്തിരുന്നാലും കൊള്ളാം, കൊച്ചു കുഞ്ഞിന്റെ മുഖത്തേക്ക് ആരും ഒന്ന് നോക്കും, മാലാഖമാരെ പോലെ ഇരിക്കും. അതുകൊണ്ട് വളർന്ന് ഒരു നാൾ കഴിയുമ്പോൾ ചിന്തിക്കും, പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ, നിന്റെ മുഖം ആകെ അങ്ങ് മാറിപ്പോയല്ലോ. എന്താ മാറിപ്പോയത്? കയ്യിലിരിപ്പ് മാറിപ്പോയപ്പോൾ മുഖത്തിന്റെ ശോഭയും മുഖത്തിന്റെ ഭാവവും മാറിപ്പോയി. ഓർക്കുക എൻ്റെ ജനമേ, നിങ്ങളെ ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിലാ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും ഇനിയും ആഗ്രഹിക്കരുത് കലക്ക വെള്ളത്തിൽ മുങ്ങാൻ, കന്നാലികളെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ മുങ്ങാൻ ആഗ്രഹിക്കരുത്. ഒരു പുരോഹിതനും അശ്രദ്ധമായിട്ടല്ല ഒരു കർമ്മം അനുഷ്ഠിക്കപ്പെടുന്നത്. ആരെങ്കിലും മാമോദിസ മുക്കാനോ ആരെങ്കിലും വിവാഹം കഴിപ്പിക്കുവാനോ ഒരു പുരോഹിതനോട് വന്ന് പറയുന്ന നാൾ മുതൽ വളരെ ആത്മാർത്ഥതയോടെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമാ ആ കർമ്മം അനുഷ്ഠിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത്രത്തോളം ആത്മാർത്ഥതയോടെ പരിശുദ്ധാത്മാവിനെ ഇറക്കിയാണ് ഓരോ പുരോഹിതനും ഓരോ കർമ്മവും അനുഷ്ഠിക്കപ്പെടുന്നത്.
ഒന്നാമത്തെ കാര്യം, അല്പവിശ്വാസിയെ, ഈ കാര്യത്തിൽ നീ അല്പവിശ്വാസി ആകരുത്. രണ്ടാമത്തെ ഒരു കാര്യം, വാനീന്നുടയോൻ കയ്യാൽ മകുടം കോശമിറങ്ങുന്നു, മണവാളനെയാചാര്യൻ അണിയിക്കും മകുടം രമ്യം, മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചതാരാ? നിങ്ങളെ കൂട്ടിയോജിപ്പിച്ചതാരാ? കണ്ടം മിണ്ടാതിരിക്കുന്നുണ്ടോ? ആരാ കൂട്ടിയോജിപ്പിച്ചത്? ദൈവമാ. ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ചേരുന്നതിനെ, ഏറ്റവും യോഗ്യമായതിനെയാ ആരെന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്? ദൈവം എന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നു. ഓർക്കുക എന്റെ ജനമേ, മനുഷ്യൻ ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഒരു പുരോഹിതന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം ഇറങ്ങുന്ന സ്ഥലമാ വിശുദ്ധ ബലിപീഠം. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബലിപീഠം എന്താണെന്നറിയാമോ? ദാമ്പത്യ ജീവിതത്തിന്റെ കിടക്കയാ. കുടുംബത്തിലോ മക്കളെ കുറിച്ചോ വ്യക്തിപരമായ എന്ത് വേദനയുണ്ടെങ്കിലും, എന്ത് ഭാരങ്ങളുണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും ഒരു മനസ്സോടെ മുട്ടുമേൽ നിന്ന് കണ്ണുനീരോടെ അർദ്ധരാത്രി സമയത്ത് പ്രാർത്ഥിച്ചാൽ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിന്റെ ഭാരം എന്തായാലും, നിന്റെ വേദന എന്തായാലും, നിന്റെ ദുഃഖം എന്തായാലും സ്വർഗത്തിലെ തമ്പുരാൻ നീക്കുപോക്കുണ്ടാക്കിത്തരും. പല സ്ത്രീകളും പറയും, എൻ്റെ അച്ഛാ കെട്ടിയ സമയത്ത് അത് ഞാൻ എന്തോ ഒരു സ്നേഹമായിരുന്നു അച്ഛാ, ഇപ്പോഴൊരു സ്നേഹവും ഇല്ല എൻ്റെ അച്ഛാ. ഒരു ഭാര്യയും ഭർത്താവും കൂടി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തെ നായകൻ വളരെ സ്നേഹത്തോടെ നായികയോട് പെരുമാറുന്നത്. ഉടനെ കണ്ടുകൊണ്ട് നിന്ന ഭാര്യ ഭർത്താവിനോട് പറയുക, എടോ മനുഷ്യ, നിങ്ങൾ ആ സിനിമ കണ്ടോ? എന്ത് സ്നേഹത്തോടു കൂടിയാ ആ നായകൻ ആ നായികയോട് പെരുമാറുന്നത്? ഉടനെ ഭർത്താവ് പറഞ്ഞു, ഇടി ഭാര്യയെ, ആ നായകൻ 1 മണിക്കൂർ സമയം ആ സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പോൾ അവന് കിട്ടും 10 ലക്ഷം രൂപ. നിന്നോടൊരായുസ് മൊത്തം അഭിനയിക്കാൻ നിന്റെ അപ്പൻ എനിക്ക് ആകെ തന്നേക്കുന്നത് 5 ലക്ഷം രൂപയും 5 പവനുമാ. അഭിനയമാണോ ജീവിതം? മാതാപിതാക്കളെ, കണ്ണുനീരോടെ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ആരെങ്കിലും ഒന്ന് ക്ഷമിക്കാതെ ഒരു കാര്യം ഓർക്കണം, ദാമ്പത്യ ജീവിതത്തിന് ഇടർച്ച വന്നോ ദൈവം ഒരിക്കലും നമ്മളെ അനുഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു മനസ്സോടുള്ള പ്രാർത്ഥന, ഒരു മനസ്സോടുകൂടിയുള്ള ജീവിതം, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടാലേ മക്കൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നീതിമാന്റെ സന്തതി ഇരക്കുവാൻ ദൈവം ഇടയാക്കുകയില്ല. അങ്ങനെയെങ്കിൽ നീതിമാൻ മാത്രമല്ല, നീതിമാന്റെ ഭാര്യയും നീതിമാൻ തന്നെ ആയിരുന്നാലേ രണ്ടുപേരുടെയും മക്കൾ മാത്രമേ ഇരക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കുകയില്ല. നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ എന്ത് നിങ്ങൾ സമ്പാദിച്ചു എന്നോർത്ത് നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ മക്കൾ എങ്ങനെ ജീവിക്കുന്നു എന്നോർത്ത് മാത്രം നിങ്ങൾ ആശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളായിക്കോട്ടെ, പക്ഷെ ആരെയും ദ്രോഹിക്കാതെ നിഷ്കളങ്കമായ നീതിമാന്റെ ജീവിതമാണെങ്കിൽ നിങ്ങളുടെ തലമുറയ്ക്കൊരു ദോഷവും, തലമുറയ്ക്കൊരു നഷ്ടവും, തലമുറയ്ക്കൊരു കുറവും സ്വർഗത്തിലെ തമ്പുരാൻ വരുത്തുകയില്ല. ഇനി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൂടി കാട്ടിൽ കൂടി നടക്കുകയാണ്. മുമ്പേ പോകുന്ന ഭാര്യയുടെ കയ്യിൽ പൊന്നോമന പുത്രനുണ്ട്, പുറകിൽ നടക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ വലിയൊരു കാലം കൊടിയും. മുമ്പേ നടക്കുന്ന ഭാര്യ ഭർത്താവിനോട് പറയുക, നിങ്ങൾ വളരെ സൂക്ഷിച്ചു നടക്കണം കേട്ടോ, വഴി വല്ല പാമ്പ് വല്ലതും കാണും. ഉടനെ ഭർത്താവ് പറഞ്ഞു, നീ എന്തിനാടി പേടിക്കുന്നേ, ഞാനില്ലേ നിന്റെ കൂടെ. ഉടനെ വീണ്ടും ഭാര്യ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിച്ചു നടക്കണേ, വഴി വല്ല പാമ്പ് വല്ലതും കാണും. ഉടനെ ഭർത്താവ് വീണ്ടും പറഞ്ഞു, നീ എന്തിനാടി പേടിക്കുന്നേ, ഞാനില്ലേ നിന്റെ കൂടെ. മുമ്പോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു പൊത്തിലൊരു മൂർഖം പാമ്പിന്റെ കുഞ്ഞിരുന്ന് അനങ്ങുക, പത്തി വിടർത്തി.
ഉടനെ ഈ മനുഷ്യൻ കയ്യിലിരുന്ന കാലം കൂടെ നിലത്തുപേക്ഷിച്ചിട്ട് അടുത്ത് നിന്ന മരത്തിന്റെ മുകളിൽ ചാടിക്കയറിയിരുന്നു. ഒരു നിവർത്തിയുമില്ലാതെ ഭാര്യയാകട്ടെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ കാലം കൂടെ എടുത്ത് പാമ്പിനിട്ട് ഒരു അടി കൊടുത്തു. ഉടനെ മരത്തിന്റെ മുകളിലിരുന്ന് ഭർത്താവ് പറയുക, ധൈര്യത്തിൽ തല്ലിക്കോടി, ഞാനില്ലേ മരത്തിന്റെ മുകളിൽ. വീണ്ടും പാമ്പിനെ തല്ലുമ്പോ പറയുക, ധൈര്യത്തിൽ തല്ലിക്കോടി, ഞാനില്ലേ മരത്തിന്റെ മുകളിൽ. കൂടെ കാണുമെന്ന് കരുതും 30, 40, 50 വർഷം ജീവിച്ച ദാമ്പത്യ ജീവിതമാകാം. പല ഭാര്യമാരും പറയും, ഇത്രയും നാളായിട്ടും അതിയാൻ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ, ഇത്രയും നാളായിട്ടും അവക്ക് എൻ്റെ നാക്കിൻ്റെ രുചിക്കനുസരിച്ച് ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കി തരാൻ സാധിച്ചില്ലല്ലോ. മാതാപിതാക്കളെ, ദൈവം തന്ന ദാമ്പത്യ ജീവിതം അത് ദൈവമാ കൂട്ടി യോജിപ്പിച്ചത്. ഇനി ഓർക്കുക, വാനീന്നുടയോൻ കയ്യാൽ മകുടം കോശമിറങ്ങുന്നു. നിങ്ങളുടെ കഴുത്തേൽ കെട്ടിയ മാല ആരണിയിച്ചത്? പുരോഹിതൻ. അതിൻ്റെ അറ്റത്തൊരു മിന്നുമുണ്ട്. പലരും പല നാൾ കഴിയുമ്പോൾ, സഭ കൊള്ളത്തില്ല, ഈ വിശ്വാസം കൊള്ളത്തില്ല. ആദ്യം പൊട്ടിക്കുന്നത് എന്താ? പുരോഹിതൻ ആത്മാർത്ഥതയോടെ നിന്റെ കഴുത്തേൽ അണിയിച്ച മാല. ഓർക്കുക, നന്നാകുമോ? ഗുണം പിടിക്കുമോ? കഴിഞ്ഞിടയ്ക്കൊരു വിവാഹം നടന്നു. ആ ചെറുക്കനൊരു അവാർഡ് കൊടുക്കണം. കാരണം എന്താണെന്നറിയാമോ? ഓർത്തഡോക്സുകാരനായ ചെറുക്കൻ പെന്തിക്കോസുകാരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ചു. ആ പെണ്ണിന്റെ വിവാഹം ഞങ്ങളാണ് നടത്തിയത്, ചെറുക്കൻ്റെയും. അതുകൊണ്ട് പ്രേമിക്കുകയാണെങ്കിൽ ചൊവ്വുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അങ്ങോട്ട് കൂടെ ഉള്ളവൻ്റെ കൂടെ പോകരുത് കേട്ടോ, പറഞ്ഞേക്കാം. അപ്പോൾ ഈ വിവാഹ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് പെന്തിക്കോസുകാരിയായ പെങ്കോച്ചിൻ്റെ അപ്പനോ അമ്മയോ കൂടെ വന്നവരാരും ദേവാലയത്തിൻ്റെ അകത്ത് കയറിയില്ല. ഓർത്തഡോക്സുകാരിയായ ഒരു പെണ്ണിനെയാ പെന്തിക്കോസ് സഭയിൽ കെട്ടിക്കുന്നെങ്കിൽ ഓർത്തോണം, കുടുംബത്തോടെല്ലാം പോയി പാസ്റ്ററിന്റെ മുമ്പിലിരുന്ന് കേട്ടോണ്ടും തിന്നോണ്ടും ഇങ്ങ് പോരും. ഓർക്കുക എൻ്റെ ജനമേ, പലപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ചെറുതനം മാറ്റി നട്ട ചൊറി മാറുമോ? നീ എവിടെ നിന്നാലും പലരും പറയും, അവിടെ നിന്നപ്പോ ഒന്നും എനിക്ക് കിട്ടിയില്ലല്ല. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവിടെ നിന്നപ്പോ നിനക്ക് കിട്ടാഞ്ഞത്. ഈ ആലയത്തിലേക്ക് വരുമ്പോ അച്ഛന്മാരെയും പുരോഹിതന്മാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ദ്രോഹിക്കാൻ പോയാൽ എങ്ങനെയാ നിന്റെ കുടുംബം, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത്? കണ്ണുനീരോട് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ബലിയുടെ മേൽ സ്വർഗത്തിലെ അനുഗ്രഹം അനുഗ്രഹമായി വരുന്ന ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകും. മാതാപിതാക്കളെ, കയ്യിലിരിപ്പ് നന്നായാലേ ദൈവാനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ഷെഡൊന്ന് മാറിയാൽ, കൂരയൊന്ന് മാറിയാൽ അനുഗ്രഹം കിട്ടുമെന്നാരും കരുതരുത്. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പുതിയതായി ഭവനം പണിയും. നമ്മുടെ പാരമ്പര്യം അങ്ങനെ തന്നെയാ. ഒരു വാഹനം മേടിച്ചാൽ, മക്കളെ ലഭിച്ചാൽ, ഭവനം പണിതാൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്ന് അതിനെ ശുദ്ധീകരിച്ച് റൂഷ്മ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ ചൊവ്വേ നേരെ. അതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഒരു പുതിയ ഭവനം പണിത് പുരോഹിതൻ വന്ന് ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ജീവിപ്പിക്കുന്നതും ജീവൻ നൽകുന്നതുമായ വിജയശ്ലീബയുടെ മുദ്രയാൽ ഈ ഭവനം മുദ്രകുത്തപ്പെടുന്നു. ഇസ്രായേൽ ജനത്തിൽ കടിഞ്ഞൂൽ സംഹാരം നടക്കുന്ന സമയത്ത് കുഞ്ഞാട്ടിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ഒരു ഭവനത്തിലും കടിഞ്ഞൂൽ സംഹാരം നടന്നില്ല. അപ്രകാരം നിങ്ങളുടെ ഭവനത്തിൽ സകല പൈശാചിക ബന്ധനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ ഭവനത്തിന്റെ ഓരോ കട്ടിലുള്ള പടിയുടെ മേലും പുരോഹിതൻ കുരിശു വരച്ച് വിജയശ്ലീബായാൽ മുദ്രയിട്ട് ഭവനം വിശുദ്ധീകരിച്ച് നിങ്ങൾക്ക് നൽകുന്നത് സകല പൈശാചിക ബന്ധനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കുവാനായി നിങ്ങൾക്ക് നൽകുന്നത്. നാളുകൾ പലത് കഴിയുമ്പോൾ പലരും വന്ന് പറയും, എൻ്റെ അച്ഛാ വീട്ടിൽ കിടന്ന ഉറക്കമില്ല അച്ഛാ, ആരാണ്ട് വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഏതാണ്ട് കുഴിച്ചിട്ടെന്ന് അച്ഛാ എനിക്ക് തോന്നുന്നു, ഒരുറക്കവും ഇല്ല അച്ഛാ. മാതാപിതാക്കളെ, ഭവന ശുശ്രൂഷയുടെ സമയത്ത് ഇപ്രകാരം ഒരു ഗാനം പാടുന്നുണ്ട്. വഴവേറ്റബ്രഹാം താതൻ തൻ പവനം മൂന്നു പുമാന്മാരാ സാക്ഷാ മണവാളൻ മഷിക
സക്കായി ഭവനത്തെ വാറ്റി സോരാധകരേറിയ വീട്ടിൽ തൃത്വം വാണിടണമേ നൽ തലമുറയാലിതു വാഴ്ത്തപ്പെടണം. രണ്ടുപേരുടെ കാര്യം പറഞ്ഞു. ഒന്നാമത് ആരുടെ കാര്യമാ? അബ്രഹാമിന്റെ കാര്യം. രണ്ടാമത് ആരുടെ കാര്യമാ? സക്കായുടെ കാര്യം. എന്താ അബ്രഹാമിന്റെ കാര്യം? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ അബ്രഹാം വിശ്രമിക്കുന്ന സമയത്ത് 3 ദൈവദൂതന്മാർ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ദൈവദൂതന്മാരെന്ന് അബ്രഹാം അറിയുന്നില്ല. കടന്നു വന്ന് അവരുടെ മനസ്സും അവരുടെ വയറും നിറച്ചപ്പോൾ 3 ദൈവദൂതന്മാർ അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ, അബ്രഹാമേ, അടുത്ത വർഷം ഈ സമയം നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും. കർത്താവ് ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭവനത്തിൽ ചെന്ന് സന്ദർശിക്കുക, സമാധാനം നൽകുക, നിങ്ങളെ സ്വീകരിക്കുക എന്ന് പറയും, നിങ്ങൾ അനുഗ്രഹിക്കുക. സ്വീകരിക്കാത്ത ഭവനങ്ങളിൽ നിന്ന് നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് നിങ്ങളിങ്ങ് പോരണം. വീണ്ടും വചനത്തിൽ പറയുന്നുണ്ട്, നീതിമാൻ എന്ന നിലയിൽ നീതിമാനെ മാനിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലം, പ്രവാചകൻ എന്ന നിലയിൽ പ്രവാചകനെ മാനിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. മാതാപിതാക്കളെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം, സക്കായുടെ ഭവനത്തിലേക്ക് യേശു തമ്പുരാൻ കടന്നു ചെന്നിട്ട് പറയുക, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എപ്പോഴാ രക്ഷയുണ്ടായത്? സക്കായുടെ ഭവനത്തിന് എപ്പോഴാ രക്ഷയുണ്ടായത്? കർത്താവ് വന്നപ്പോഴാണോ? അല്ല. കർത്താവ് റൂഷ്മ വരച്ചപ്പോഴാണോ? അല്ല. സക്കായി പിടിച്ചു പറിച്ച സമ്പത്തിന്റെയും അന്യായമായി തന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ 4 മടങ്ങ് തിരിച്ചവർക്ക് തന്നെ കൊടുത്ത് മാനസാന്തരപ്പെട്ടപ്പോഴാണ് സക്കായുടെ ഭവനത്തിന് രക്ഷയുണ്ടായത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെ ഭവനം പുരോഹിതൻ റൂഷ്മ ചെയ്തതാകാം. ഭവനത്തിന്റെ കൂദാശയ്ക്ക് ശേഷം അന്യായമായി ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അന്യായമായത് ആരുടെയെങ്കിലും കബളിപ്പിച്ചെന്റെ സമ്പാദ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അന്യായമായി ഭവനത്തിലിരുന്ന് മദ്യം കടിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരനെ കെണിയിൽ വീഴ്ത്തുവാൻ വീഴിക്കുവാൻ ഭവനത്തിലിരുന്ന് ആലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ, എന്തശുദ്ധമായി എന്റെയും ഞങ്ങളുടെയും ഭവനവും അശുദ്ധമായി. ഓർക്കുക എന്റെ ജനമേ, ദൈവം വസിക്കുന്ന ഭവനമായി എന്റെയും നിങ്ങളുടെയും ഭവനം. പക്ഷെ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാ എൻ്റെ ഭവനം അശുദ്ധമായാൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. സക്കായിക്ക് എപ്പോഴാ ആദ്യമായി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റിയത്? താൻ പിടിച്ചു പറിച്ച സമ്പത്തിന്റെ 4 മടങ്ങ് തൻ്റെ കയ്യിൽ നിന്ന് എപ്പോൾ ഇല്ലാതായോ അന്നാണ് തൻ്റെ ആയുസ്സിൽ ആദ്യമായി ഒരു രാത്രിയിൽ സക്കായിക്ക് കിടന്നുറങ്ങാൻ സാധിച്ചത്. എൻ്റെ ജനമേ, പലരും പറയും, വയസ്സ് 19 വയസ്സായി കഴിയുമ്പോൾ പറയും, എൻ്റെ അച്ഛാ, ഇനിയുള്ള എൻ്റെ ആയുസ് മൊത്തം ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണ്. കഴിഞ്ഞ കാലം നിന്റെ ജീവിതമോ? ഓക്കുക എൻ്റെ ജനമേ, നമ്മുടെ ഭവനങ്ങളിൽ ആരുടെയും കണ്ണുനീരിൻ്റെയും ആരുടെയും ശാപത്തിൻ്റെയും ആരുടെയും അന്യായമായതിൻ്റെയും 1 രൂപ തൊട്ടുപോലും കിടക്കരുത്. അത് നീറിപ്പുകഞ്ഞുകൊണ്ടേയിരിക്കും. പലരും പറയും, ഇനി ഞാനൊരു തെറ്റിലേക്കും പോവുകയില്ല അച്ഛാ. പക്ഷെ ഓർക്ക് പോകാതിരുന്നിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്റെ ജീവിതയാത്രയിൽ ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവൻ്റെ കണ്ണുനീരില്ലാതാകുന്നു. ഓർക്കുക, ഒരു പ്രായമായതുകൊണ്ട് മാനസാന്തരപ്പെട്ടിട്ടൊരു കാര്യവുമില്ല. കഴിഞ്ഞകാല ജീവിതത്തിൽ ആയ കാലത്തിൽ നീ അവന് ഒരു വ്യക്തിയോടോ സമൂഹത്തോടോ ചെയ്ത ദ്രോഹത്തിന് അവൻ്റെ സന്തോഷത്തിലേക്ക് അവനെ ആക്കി തീർത്താൽ മാത്രമേ നിന്റെ മാനസാന്തരം കൊണ്ടും നിന്റെ പിന്തിരിവ് കൊണ്ടും നിനക്ക് പ്രയോജനമുണ്ടാകുകയുള്ളൂ. കണ്ണുനീർ ആരെ കുടിപ്പിച്ചുണ്ടോ അത് കുടിപ്പിച്ചത് തന്നെ, അത് ശാപം തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരുടെയും ജീവിതം, പലരും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ ദ്രോഹിക്കും. നമ്മൾ വിചാരിക്കും, ദൈവമേ ഉടനെ നീ എന്താ അവരെ അഗ്നി ഇറക്കി? കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഏലിയാവ് അഗ്നി ഇറക്കിയതുപോലെ അവരെ അഗ്നി ഇറക്കണമെന്ന് പറയുമ്പോൾ യേശു തമ്പുരാൻ പറയുന്നത് മനുഷ്യപുത്രൻ അവരെ നിഗ്രഹിക്കാനല്ല, കരുണയുടെ ഭാവത്തോടെ കടന്നു വരുന്ന കർത്താവ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്,
ഒരു ദുഷ്ടനെയും ദൈവം പെട്ടെന്നില്ലാതാക്കുകയില്ല. കാരണം പെതുക്കെ മാത്രമേ ദുഷ്ടന്മാരുടെ മേൽ ദൈവം ഇടപെടുകയുള്ളൂ, നിഗ്രഹിക്കുകയുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നീതി വെളിവാകുകയുള്ളൂ. മനസ്സിലാകുന്നോ? നമ്മൾ പറയും, ദൈവമേ എന്നെ ദ്രോഹിക്കുന്ന അവനോട് നീ ഇടപെടണമേ. ദൈവം ഇടപെടുകയില്ല. പെട്ടെന്ന് ഇടപെട്ടാൽ ദൈവത്തിന്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയാൻ പറ്റുകയില്ല. പെതുക്കെ മാത്രമേ ദൈവം ദുഷ്ടന്മാരുടെ മേൽ ഇടപെടുകയുള്ളൂ. അതുകൊണ്ടാ ഒരു സ്ഥാനത്തിലിരിക്കുന്ന, അധികാരത്തിലിരിക്കുന്ന പലരും ക്രൂരത പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ ക്രൂരത പ്രവർത്തിച്ചിട്ട് അവനെ എന്തിനാ നീ ഇത്രത്തോളം അനുഗ്രഹിക്കുന്നത്? പല വല്യച്ഛന്മാർ വന്ന് പറയും, എൻ്റെ അച്ഛാ ആവേശമൊക്കെ കൊള്ളാം, വാർദ്ധക്യമാകുമ്പോൾ മനസ്സിലാവും എല്ലാം ഇത്രയൊക്കെ ഉള്ളെന്ന്. പ്രായമായവരും പറയുന്നൊരു കാര്യമാണ്, ഓ അച്ഛാ എൻ്റെ ചെറുപ്പത്തിൽ എന്തുവായിരുന്നു, വെടിയുണ്ട വന്നാൽ ഞാൻ 2 കൈ കൊണ്ടിങ്ങ് പിടിക്കുമായിരുന്നു അച്ഛാ, ഇപ്പം പ്രായമായച്ചാ ഒന്നും ചെയ്യാനൊക്കത്തില്ല അച്ഛാ. ഇതുപോലെ എൻ്റെ ജനമേ, ആയ കാലത്ത് ചെയ്യുന്ന സകല ക്രൂരതയുണ്ടല്ലോ, വയ്യാതാകുമ്പോൾ, ബലഹീനമാകുമ്പോൾ തിരിച്ച് തീയമ്പ് പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പെയ്യും. അതുകൊണ്ട് ആരോടെങ്കിലും ചെയ്തിട്ട് അയ്യോ മാപ്പ്, അയ്യോ സോറി ഒന്നുമല്ല, നീ ആരുടെയും പോകാതിരിക്കുക. അതാ നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം. ഇതെല്ലാം വന്നു കയറുന്നത് എന്റെയും നിങ്ങളുടെ ഭവനത്തില്. ശുദ്ധീകരിക്കപ്പെട്ടു തന്ന ഭവനം, ശുദ്ധമാക്കത്തട്ടപ്പെട്ടു തന്ന ഭവനം. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട്, എൻ്റെ ക്രൂരത കൊണ്ട് അശുദ്ധമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നീ ആരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടോ അവന്റെ കണ്ണുനീര് സന്തോഷമായി തീരാത്തിടത്തോളം കാലം നിനക്കോ എനിക്കോ സമാധാനത്തോടെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കുകയില്ല. മാതാപിതാക്കളെ, ഏറ്റവും അവസാനമായിട്ട് അതിൽ തന്നെ ഒരു കാര്യമുണ്ട്. ഒരു വിശ്വാസി അവസാനമായിട്ട് അനുഭവിക്കുന്ന ഒരു പാരമ്പര്യം, അതായത് നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്നുള്ള വചനം ദൈവമേ ഈ ദാസനിൽ, ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ഏറ്റവും അവസാനമായിട്ടൊരു കാര്യമാ. പലരും പറയും മരിച്ചു കഴിഞ്ഞാൽ ഓർക്കണ്ട, കാണാൻ പറ്റത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല, പിന്നെ അവർ ഓർക്കേണ്ട ഒരു കാര്യവുമില്ല. മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിലെ ചില കാലക്കേട് മാറാത്ത എന്താണെന്നറിയാമോ? അപ്പൻ്റെയും അമ്മയുടെയും സമ്പാദിച്ച ഭവനത്തിൽ താമസിക്കാം, അവരെ വച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നാം, അവരുടെ സമ്പാദ്യം അനുഭവിക്കാം. പക്ഷെ അപ്പൻ്റെയും അമ്മയുടെയും ഓർമ്മ വരുമ്പോൾ ഒരു മെഴുകുതിരി കത്തിക്കാൻ, ഒരു കർമ്മം അനുഷ്ഠിക്കാൻ ഞാനും നിങ്ങളും മറന്നു പോകുമ്പോൾ ഓർക്കുക, നിന്റെ കാലക്കേടും ഒരിക്കലും മാറുകയില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? മരണത്തിന് ശേഷം സ്വർഗത്തിലിരുന്ന്, ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് തന്റെ കുഴിമാടത്തിലേക്ക് നോക്കുമ്പോൾ തനിക്ക് തമ്പുരാൻ നൽകിയ മക്കൾ തന്റെ കുഴിമാടത്തിലിരുന്ന് ഒരു മെഴുകുതിരി കത്തിക്കുന്ന ഭാഗ്യം അപ്പനും അമ്മയ്ക്കും ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് കാണാൻ പറ്റുന്നെങ്കിൽ അതാ പൂർവികരുടെ, മരിച്ചുപോയ പുണ്യാത്മാക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ നേരത്തെ ഇരുന്ന ഒരു ദേവാലയത്തിൽ ഒരു അപ്പച്ചൻ മരണത്തോടെ മല്ലടിക്കുകയാണ്. ഉടനെ അപ്പച്ചൻ്റെ ഒരു കൊച്ചുമകളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചേക്കുക. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, പൊന്നുമോളെ, എനിക്ക് വളരെ പേടി തോന്നുന്നു. നിന്റെ മരിച്ചുപോയ അമ്മച്ചിയും എൻ്റെ മാതാപിതാക്കളും എല്ലാം എൻ്റെ തലയ്ക്ക് ചുറ്റും വന്ന് നിൽക്കുന്നു. നമ്മളും കേട്ടിട്ടുള്ളതാ. പലരും മരിക്കാൻ കിടക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളും അവർ പറയാറുണ്ട്, താണ്ട് വെളുത്ത വസ്ത്രം ധരിച്ച് ആരോണ്ട് എൻ്റെ ചുറ്റും വന്ന് നിൽക്കുന്നു എന്ന്. മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, അതൊരു യാഥാർത്ഥ്യമാണ്, നമുക്കാർക്കും കാണാൻ പറ്റുകയില്ല. എന്തിനായി മരിക്കുന്ന സമയത്ത് മരിച്ചുപോയ ആത്മാക്കൾ വരുന്നത്? പാഠപുസ്തകത്തിൽ, വേദഭാഗത്തിൽ പറയുന്നത് പോലെ മരണം കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക്. മരണം തുടങ്ങുന്നത് എവിടാ? തള്ളവരിൽ, പെരുവിരലിന്റെ അഗ്രത്ത് നിന്ന് ഒരു മനുഷ്യന്റെ മരണം തുടങ്ങുന്നത്. അതുകൊണ്ട് വാർദ്ധക്യത്തിൽ കിടക്കുന്നവർ നമ്മുടെ കാലിലും തൊട്ടു നോക്കുമ്പോൾ നല്ല തണുപ്പായി മുകളിലേക്ക് വരുന്നെങ്കിൽ പറയും മരണത്തിനൊക്കെ അവസാനമായി. ഏറ്റവും കൂടുതൽ മരണം കാണുന്ന ആരാ? വൈദികർ പലപ്പോഴും കാലന്റെ ഭാവത്തോടെ കടന്നു ചെല്ലുന്നേ. മരണത്തിന്റെ അത്യാസന്ന സമയത്തിൽ അവസാനം ഒന്ന് കാണാൻ, കുർബാന അനുഭവിക്കുവാൻ, തലയെ വെച്ചൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഭാഗ്യകരമായ ഒരു അവസ്ഥ, ഒരു വിശ്വാസിയുടെ ഭാഗ്യകരമായ ഒരു അവസ്ഥ. അപ്പോൾ ഈ അപ്പച്ചൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരിച്ചുപോയ ആത്മാക്കൾ ചുറ്റും വന്ന് നിൽക്കുന്നു. മാതാപിതാക്കളെ, എത്ര വിശ്വാസിയാണെങ്കിലും, എത്ര പ്രത്യാശയുള്ളവരാണെങ്കിലും, മരണം കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ ഒരു മരണവെപ്രാളമുണ്ടാകും.
ഈ മരണവെപ്രാളത്തിന്റെ സമയത്ത് എന്റെയോ നിങ്ങളുടെയോ പൂർവികൻ മരിച്ചുപോയ ആത്മാക്കൾ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് അല്പം സമാധാനം എൻ്റെ ഉള്ളിൽ ഉണ്ടാകും. കാരണം എൻ്റെ അപ്പൻ, അമ്മ, അല്ലെങ്കിൽ എൻ്റെ വല്യപ്പൻ, വല്യമ്മ, മാതാപിതാക്കളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ മരണവെപ്രാളമില്ലാതെ വലിയൊരു ഘോഷയാത്രയായി കൂട്ടിക്കൊണ്ടു പോകാനാണ് മരണസമയത്ത് മരിച്ചുപോയ ആത്മാക്കൾ എൻ്റെയും നിങ്ങളുടെയും തലയ്ക്കടക്ക് ചുറ്റും വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നല്ലൊരു അന്ത്യം നീ ഞങ്ങൾക്ക് നൽകണമേ, നല്ലൊരു അന്ത്യം നീ ഞങ്ങൾക്ക് നൽകണമേ. വെളിപാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. വെളിപാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണധൂപകലശവുമായി വന്ന് യാഗപീഠത്തിന് അരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്റെ മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി. ഒന്നും കൂടെ വായിച്ചാട്ടെ. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി. ധൂപത്തോടൊപ്പം എന്തും കൂടെ മുകളിലേക്ക് പോയി. ആരുടെ പ്രാർത്ഥന പോയി? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. പലരും ചോദിക്കും, ധൂപക്കുറ്റി വീശണോ? എന്തിനാ ധൂപക്കുറ്റി വീശണ്ടായോ എന്നൊക്കെ അച്ഛന്മാര് സഭ പഠിപ്പിച്ചതാണോ? വെളിപാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി. മാതാപിതാക്കളെ, നിന്ന സ്തുതിയോടു രാജമകൾ കാലേ ലുയ്യേ ലുയ്യ, നിൻവലമായി രാജഭാമിനിയും. ആരെ ഓർത്ത് പ്രാർത്ഥിച്ചു? അയ്യോ, ഇതൊന്നും അറിയത്തില്ലേ? വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്തിൽ കുക്കിലിയോൻ ചൊല്ലുമ്പോൾ ആരെ ഓർത്ത് പ്രാർത്ഥിച്ചു? ആരെ ഓർത്താ പ്രാർത്ഥിച്ചത്? ദൈവമാതാവിനെ ഓർത്ത് പ്രാർത്ഥിച്ചതാ. അപ്പോൾ ഓർക്കുക, പുരോഹിതൻ ശുശ്രൂഷകന്റെ കയ്യിൽ ധൂപകലശത്തിലേക്ക് കുന്തിരിക്ക ഇടുമ്പോഴായി പ്രാർത്ഥന ചൊല്ലുന്നത്. ആ ധൂപകലശത്തിൽ നിന്ന് മുകളിലേക്ക് പുക ഉയരും. ആരെ ഓർത്താ പ്രാർത്ഥിച്ചത്? 1-ാമത്തെ കുക്കിലിയോൻ ആരെ ഓർത്ത് പ്രാർത്ഥിച്ചതാ? മാതാവിനെ. അപ്പോൾ ഓർക്കുക, വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ കുക്കിലിയോനിൽ മാതാവിന്റെ പ്രാർത്ഥന, പുരോഹിതന്റെ പ്രാർത്ഥന, ജനത്തിന്റെ പ്രാർത്ഥന എങ്ങോട്ട് പോയി? മുകളിലേക്ക് പോയി. 2-ാമത്തേത്, നയവാൻ പന പോലെ തളുത്തിടുമേ കാലേ ലുയ്യ, വളരുമവൻ ലബനോൻ കാരകിൽ പോ. ആരെ ഓർത്തു? പരിശുദ്ധന്മാരെ ഓർത്തു. പരിശുദ്ധനായ പരിമലക്കൊച്ചു തിരുമേനിയുടെ മധ്യസ്ഥതയാൽ ആ ധൂപപ്രാർത്ഥന നടത്തുന്ന സമയത്ത് പുരോഹിതൻ ധൂപകലശത്തിലേക്ക് കുന്തിരിക്കമിടുകയും ധൂപക്കുറ്റിയിൽ നിന്ന് പുക മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ആരുടെ പ്രാർത്ഥന പോയി? പരിശുദ്ധനായ പരിമലക്കൊച്ചു തിരുമേനിയുടെ പ്രാർത്ഥന പോയി, പുരോഹിതന്റെ പ്രാർത്ഥന പോയി, ജനത്തിന്റെ പ്രാർത്ഥന പോയി. ദേവാലയത്തിന്റെ നടക്കി നിൽക്കുന്ന സകല വാങ്ങിപ്പോയവരുടെയും പ്രാർത്ഥന എങ്ങോട്ട് പോയി? എന്റെ ജനമേ, സ്വർഗത്തിലേക്ക് പോയി. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും കാലേ ലുയ്യ, നിന്നഭിഷക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. ആരെ ഓർത്തു? വാങ്ങിപ്പോയ സകല ശ്രേഷ്ഠ ആചാര്യന്മാരെ ഓർത്തു. നമ്മുടെ വാങ്ങിപ്പോയ ബാബാ തിരുമേനിമാരെയോ നമ്മുടെ ഇടവകയിലെ പട്ടക്കാരെയോ ഓർക്കുന്ന ഞായറാഴ്ചയാകാം. അപ്പോൾ ഓർക്കുക, ധൂപകലശത്തിലേക്ക് പുരോഹിതൻ കുന്തിരിക്കം വിട്ടു. ആ കുന്തിരിക്കത്തിന്റെ പുകയോടെ ആ പുരോഹിതന്റെ പ്രാർത്ഥന, ജീവിച്ച് കുർബാന അർപ്പിച്ച പുരോഹിതന്റെ പ്രാർത്ഥന, ജനത്തിന്റെ പ്രാർത്ഥന, മരിച്ചുപോയ ആത്മാക്കളുടെ പ്രാർത്ഥന എങ്ങോട്ട് പോയി? സ്വർഗത്തിലേക്ക് പോയി. ഇതിനാ ധൂപക്കുറ്റി വീശി നമ്മള് പ്രാർത്ഥന നടത്തുന്നത്. തമ്പുരാനെ, പുക മുകളിലേക്ക് ഉയരുന്നത് പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും സ്വർഗത്തിലേക്ക് ഉയരുമെന്നുള്ള എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം. അപ്പോൾ ഓർക്കുക, ഇതിനു വേണ്ടിയിട്ടാണ് വാങ്ങിപ്പോയ ആത്മാക്കൾക്കും അവിടെ കല്ലറയ്ക്കലും പോയി നമ്മൾ ധൂപപ്രാർത്ഥന നടത്തുന്നത്.
കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ 10 വട്ടവും 100 വട്ടവും ഒന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. ഒറ്റ വട്ടമെങ്കിലും നീ അനുഭവിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരപ്പത്തിൻ്റെ അംശികളാക്കി തീർക്കുന്ന യാഥാർത്ഥ്യം എൻ്റെ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ടാണ് ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവം തരുന്ന അനുഗ്രഹം വിശുദ്ധിയുള്ളതാണ്. പ്രാപിക്കാനായി കടന്നു വരുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് വിശുദ്ധമാകുകയാണ്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എൻ്റെ വായിലേക്ക് ഉള്ളിലേക്ക് വഹിക്കുമ്പോൾ എൻ്റെ ശരീരവും ഹൃദയം വിശുദ്ധമാകും. അങ്ങനെ വിശുദ്ധമാകുന്ന എൻ്റെ ശരീരമാണ് മരിച്ചതിന് ശേഷം വീണ്ടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ സകല മർത്ത ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള യാഥാർത്ഥ്യത്തോടു കൂടിയാണ് കല്ലറയ്ക്കൽ പോയി ധൂപപ്രാർത്ഥന നടത്തുന്നത്. മാതാപിതാക്കളെ, ഇനിയും വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. വീണ്ടും വെളിപാട് പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുകയാണ്, യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവർ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ആരെക്കുറിച്ചാ പറഞ്ഞത്? ആരെക്കുറിച്ചാ പറയുന്നത്? ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ആരെക്കുറിച്ചാ പറഞ്ഞത്? സകല മരിച്ച ആത്മാക്കളും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്നെ നിങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറയുന്നത്, ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ എന്ന് പറഞ്ഞാൽ പാപാങ്കിലമായ എൻ്റെ ജീവിതം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ മുഖാന്തരം വെളിപ്പാക്കപ്പെടുന്നു. നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. അപ്പൊ മേളിൽ ചെല്ലുമ്പോഴുള്ള നമ്മുടെ വസ്ത്രത്തിന്റെ നിറം എന്താ? മേളിൽ ചെല്ലുമ്പോൾ നമ്മുടെ വസ്ത്രത്തിന്റെ നിറം എന്താ? വെള്ള. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നത്, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. എൻ്റെ ജനമേ, മരിച്ചുപോയവരെ ഓർത്ത് പ്രാർത്ഥിക്കണോ? മരിച്ചുപോയവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ കാലക്കേടുകൾ മാറുകയുള്ളൂ. പൂർവികരുടെ പ്രാർത്ഥനയാണ് നമ്മെ എല്ലാവരെയും ഇത്രത്തോളമാക്കി തീർത്തത്. നമ്മുടെ ആരുടെയും ആയുസ്സിൻ്റെ വലുപ്പമല്ല. നമ്മൾ ചിന്തിക്കും പലരും എൻ്റെ ബുദ്ധി കൊണ്ടാ, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടാന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഓർക്കുക, നമ്മുടെയൊക്കെ പൂർവികരായ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിമാരുടെയും പ്രാർത്ഥനയാണ്. നമ്മൾ ചില ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്ന ഭവനത്തിൽ വൃദ്ധനായ മാതാവോ പിതാവോ മരിച്ചു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. പലരും പറയും അവരങ്ങ് മരിച്ചതോടുകൂടി ആ ഭവനം അങ്ങ് രക്ഷപ്പെട്ടു. അവർ മരിച്ചതുകൂടിയാ രക്ഷപ്പെട്ട. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഭവനത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കാൻ ഉണ്ടായപ്പോഴാ ആ ഭവനം രക്ഷപ്പെട്ട. നമ്മുടെ ആരുടെയും മിടുക്കല്ല, നമ്മുടെ ആരുടെയും ബുദ്ധിയും വിദ്യാഭ്യാസവും കഴിവൊന്നുമല്ല. പൂർവികരാരൊക്കെയോ ചെയ്തു പോയ ജീവിതത്തിന്റെ നന്മയും ദൈവത്തിന്റെ സന്നിധിയുള്ള അനുഗ്രഹവും ദൈവത്തോടും ദേവാലയത്തോടും കാണിച്ച ഭക്തിയും അനുഗ്രഹവുമാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും ഇത്രത്തോളം അനുഗ്രഹം ഉണ്ടാകുന്നതിനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഓർക്കണം, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ വീടിൽ ദേവാലയത്തിന്റെ നാടകശാല നിറച്ച് കോഴിയായി മുട്ടയായി മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ ദേവാലയത്തിന്റെ നടക്ക് കാണുമായിരുന്നു. ഇന്ന് കുർബാന കഴിയുമ്പോൾ ദേവാലയത്തിന്റെ നടക്ക് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, കാലിയാ. അപ്പോൾ ഓർത്തോണം, ദൈവസന്നിധിയിൽ കൊടുക്കുന്ന മനുഷ്യന്റെ അരിക്കത്തര എത്രത്തോളം ഉണ്ടെന്ന്. അപ്പം ചിന്തിക്കും, അച്ഛാ വാഴയും മുട്ടയും കൊലയൊക്കെ എവിടാ?
സമ്പത്തായാലും കൊടുക്കുന്ന കാര്യം വളരെ കുറവ്. വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സമ്പത്ത് കടലിലേക്ക് വലിച്ചെറിയുവീൻ. അപ്പം വിചാരിക്കട, കടലിൽ വലിച്ചെറിഞ്ഞാൽ എങ്ങനെ പണം കിട്ടുന്നത്? നമുക്കറിയാം, കടലിൽ വീണ് മരിക്കുന്ന മനുഷ്യനെ തപ്പാൻ വേണ്ടി ആരും ശ്രമിക്കത്തില്ല. കാരണം മുക്കുവന്മാരുടെ ഒരു ചൊല്ല്, അവർ അനുഭവമുണ്ട്, കടലിൽ മുങ്ങി ചത്തിട്ടുണ്ടോ 3-ാം ദിവസം എവിടെ അടിയും? കരയ്ക്കടിയും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സമ്പത്ത് കടലിലേക്ക് വലിച്ചെറിയുവീൻ, ദൈവസന്നിധിയിലേക്ക് വലിച്ചെറിയുവീൻ എന്ന് പറഞ്ഞാൽ നീ വലിച്ചെറിയുന്നതിന്റെ 1000 മടങ്ങ് കോടിക്കണക്കിന് സമ്പത്ത് ഇരട്ടിയായി കരയ്ക്ക് നിന്റെ സന്നിധിയിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. തമ്പുരാന്റെ സന്നിധിയിൽ കൈ അയച്ച് നീ സഹായിച്ചാൽ, കൈ അയച്ചു കൊടുത്താൽ, തമ്പുരാൻ നിനക്ക് കൈ അയച്ച് അനുഗ്രഹം പേമാരി പോലെ ചൊരിയും. ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ നീ മുറുകെ പിടിച്ചിട്ടുണ്ടോ? ദൈവവും അനുഗ്രഹിക്കാൻ നേരത്ത് മുറുകെ പിടിക്കും. മാതാപിതാക്കളെ, നമ്മുടെ പൂർവികരൊക്കെയും ദൈവസന്നിധി ചെയ്ത ഒരു നന്മയാ ഇന്ന് നമ്മൾ 3 നേരം മൃഷ്ടാന ഭോജനത്തോടെ കഴിയുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ബാങ്കിൽ എത്ര ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പനെയും അമ്മയും പോറ്റിയെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എനിക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്, പലപ്പോഴും പറയും പലരും, അച്ഛാ ഞാൻ ഇന്നത് കൊടുത്തു, എന്നിട്ടും എന്താ എൻ്റെ കാലക്കേട് മാറാത്തത്? പബ്ലിസിറ്റി കിട്ടിപ്പോയോ, അനുഗ്രഹം കിട്ടത്തില്ല. പബ്ലിസിറ്റി ദൈവത്തിന്റെ സന്നിധിയിൽ കിട്ടിപ്പോയോ, അനുഗ്രഹം കിട്ടുകയില്ല. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. എങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം കിട്ടുകയുള്ളൂ. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഞാൻ എത്ര കൊടുത്ത് സഹായിച്ചാലും അവന്റെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് സമ്പന്നനായി കഴിയുമ്പോൾ നാളെ അവൻ ഞെളിഞ്ഞു നടക്കുന്ന സമയത്ത് ഞാനും പറയും, അവൻ എൻ്റെ പണം കൊണ്ടാ ഇന്ന് ഈ നിലയിൽ ആയത്. അനുഗ്രഹം കിട്ടുമോ എൻ്റെ ജനമേ? ആരെങ്കിലും കുറിച്ച് നമ്മൾ അങ്ങനെ ഒരു വാക്കുള്ളി ചിന്തിച്ചിട്ടുണ്ടോ? കൊടുത്തതിൻ്റെ ദാനം വൃഥാവായി പോകും, ദൈവാനുഗ്രഹം കിട്ടുകയില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നന്മ, പ്രവൃത്തി, സമ്പത്ത് ദൈവത്തിനും ദേവാലയത്തിനും വേണ്ടി കൊടുക്കണം. അവിടെ മാത്രമേ നമ്മുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 3-4 കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി 3-4 കാര്യങ്ങൾ. യേശു തമ്പുരാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് പോയി. വലിയൊരു ജനസമൂഹത്തിന് ശുശ്രൂഷ അനുഷ്ഠിച്ചതിന് ശേഷമാണ് യേശു തമ്പുരാൻ വീണ്ടും എങ്ങോട്ട് പോയത്? മലമുകളിലേക്ക്. നഷ്ടപ്പെട്ട കൃപ വീണ്ടും ഇരട്ടിയായി പ്രാപിച്ചിട്ട് വലിയൊരു ജനസമൂഹത്തെ വീണ്ടും അഭിമുഖീകരിക്കുവാൻ കടന്നു വന്ന യേശു തമ്പുരാൻ. നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരാകാം, വ്യക്തിപരമായ ജീവിതം നയിക്കുന്നവരാകാം, ഓരോ ഉത്തരവാദിത്തങ്ങൾ നേതൃത്വം കൊടുക്കുന്നവരാകാം. ദൈവകൃപയുണ്ടെങ്കിലേ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ നേതൃത്വങ്ങളും സഫലമായി തീരുകയുള്ളൂ. 2-ാമത്തെ കാര്യം, യേശു തമ്പുരാൻ കടലിന്റെ മുകളിൽ കൂടി ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നു. ഭൂതമെന്ന് കരുതി ശിഷ്യന്മാർ പേടിച്ച് നിലവിളിച്ചു. നമ്മുടെ ജീവിതയാത്രയിൽ പേടിപ്പിക്കുന്നത് എന്താണോ അതാണ് ഭൂതം. നമ്മുടെ രോഗമാകാം, പ്രയാസങ്ങളാകാം, ഞെരുക്കങ്ങളാകാം, നിന്ദകളാകാം, പരിഹാസങ്ങളാകാം. പക്ഷെ ഓർക്കുക, യോസഫിനെ നടത്തിയ ദൈവം, ആഗാറിന്റെ പ്രാർത്ഥന കേട്ടൊരു ദൈവം, വിശുദ്ധ കന്യകമറിയാമിനെ അതിജീവിപ്പാൻ ഇടയാക്കിയ ദൈവം, നിലവിളിക്കുന്ന നിനക്കെപ്പോൾ സഹിക്കാൻ വയ്യാതെ വരുന്നൊരവസ്ഥയുണ്ടാകുന്നു, അപ്പോഴെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആരിടപെടും? ദൈവം ഇടപെടും. പ്രാർത്ഥനയുടെ ആരംഭത്തിലല്ല, പ്രാർത്ഥനയുടെ മധ്യത്തിലുമല്ല, സഹിക്കാൻ വയ്യാതെ വരുന്ന ഒരവസ്ഥ. മാതാപിതാക്കളെ, പിന്നീട് പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരുടെ മുഖത്തേക്ക് നോക്കി? ക്രിസ്തുവിന്റെ മുഖത്തേക്ക്. പക്ഷെ ഇടയ്ക്ക് വച്ച് കാറ്റ് വന്നു, നോട്ടം എങ്ങോട്ട് മാറി? കാറ്റിലേക്ക്. ആര് താന്നുപോയി? പത്രോസ്. നമ്മുടെ ജീവിതം ഇതുപോലെ, ജീവിതയാത്രയിൽ ദൈവത്തോട് അടുക്കുന്നു എന്ന് കാണുമ്പോൾ പല ഇടർച്ചകൾ, നമ്മളെ പാപത്തിന്റെ അന്ധകാരത്തിൽ വീഴിക്കാൻ പല ദുഷ്ടയാത്മാക്കളും കടന്നു വരും. നിന്റെ നോട്ടം എപ്പോഴും എങ്ങോട്ട് തന്നെയാകണം? കർത്താവിൻ്റെ 2 കരത്തിലേക്കുമാകണം. ഏറ്റവും അവസാനമായിട്ട് പത്രോസിനോട് കർത്താവ് പറയുക, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു?
നമ്മളും ഓർത്തഡോക്സുകാരന്മാരും ഓർത്തഡോക്സുകാരികളുമാ. പക്ഷെ ജീവിതത്തിൻ്റെ പല ഓട്ടങ്ങളിൽ നമ്മളും സംശയിച്ച് ഇടറി വീഴുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇനിയും ഒന്നും കൂടെ മുങ്ങിയാലേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. എൻ്റെ ജനമേ, പരിശുദ്ധ മൂറോൻ കർത്താവ് ഈ വേദപുസ്തകത്തിൽ ഒരിക്കലും എങ്ങും പറയുന്നില്ല, കർത്താവ് പറയുന്നില്ല ശിശുക്കളെ ഒരിക്കലും മാമോദിസ മുക്കരുതെന്ന്. ശിശുക്കളെ എൻ്റെ അടുക്കലേക്ക് വിടുവീനെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട കൃപ നിങ്ങൾ ഒരിക്കലും നഷ്ടമാക്കി കളയരുത്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ ഭവനത്തെ വിജയശ്ലീബായാൽ മുദ്രയിട്ട് തന്നു. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് പലപ്പോഴും നമ്മുടെ ഭവനത്തിൽ കിടന്നുറങ്ങാൻ നമുക്ക് പറ്റാത്തത്. അബ്രഹാമിൻ്റെ ഭവനം, സക്കായുടെ ഭവനം, സക്കായുടെ ജീവിതത്തിൽ പിടിച്ചു പറിച്ച കണ്ണുനീരിൻ്റെ ഒരു രൂപ തൊട്ടുപോലും എപ്പോഴില്ലാതായോ അപ്പോഴാണ് സക്കായ്ക്ക് ആദ്യമായി ഒന്ന് കിടന്നുറങ്ങാൻ സാധിച്ചത്. വീണ്ടും നമ്മുടെ വിവാഹം കൂട്ടിയോജിപ്പിച്ചത് ദൈവം തമ്പുരാനാ. ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ക്ഷമിക്കുക, സഹിക്കുക. ആഭരണങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ തടസ്സമല്ല. ആഭരണങ്ങൾ സ്ത്രീയുടെ അഴകാണ്. അവിടെ ശരീരത്തേക്കുള്ള നേരിട്ടുള്ള നോട്ടം മാറ്റാൻ വേണ്ടിയാണ് ആഭരണങ്ങൾ സ്ത്രീകൾ അണിയുന്നത്. ഏറ്റവും അവസാനം, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്നുള്ള വചനം തമ്പുരാനെ ഈ ദാസനിൽ, ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ഓർക്കുക, മരിച്ചുപോയ ആത്മാക്കളെ നമ്മൾ ഓർക്കണം. ഓർത്താൽ മാത്രമേ നമ്മുടെ കഷ്ടകാലം മാറുകയുള്ളൂ. നമ്മൾ ഓർത്താലേ നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മുടെ മക്കൾ നമ്മളെയും ഓർക്കുകയുള്ളൂ. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഓർത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.